കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം കേൾക്കുവാൻ, ആത്മാവിൽ അഭിഷേകത്തിൻ്റെ നിറവോടെ ആരാധിക്കുവാൻ, കർത്താവെ, അങ്ങ് ചെയ്ത എല്ലാ നല്ല അനുഭവങ്ങൾക്കായും ആത്മീകമായ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൂരത്തും ചാരത്തുമായി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മീകമായി വളർച്ച പ്രാപിക്കുവാൻ, യേശുവേ, അങ്ങയുടെ വരവിങ്കൽ കർത്താവെ ഞങ്ങൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം യോഗ്യമാകുന്ന നിലവാരങ്ങളിൽ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ അപ്പം അങ്ങ് പണിതെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ അൻപുള്ള കരം ഇന്ന് പകൽനേരം ഞങ്ങളുടെ ജീവിതത്തിലും ശുശ്രൂഷയിലുമെല്ലാം വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അങ്ങയുടെ മഹത്വം വ്യാപരിക്കുന്നതിനായി കർത്താവ് അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബലപ്പെടുത്തണം, ശക്തീകരിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ട ആത്മീക ആഹാരത്തെ ഇന്ന് നൽകി ഞങ്ങളെ പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അപ്പാ, ഞങ്ങളോടുകൂടി ഉള്ളതിനായി സ്തോത്രം. ഞങ്ങളുടെ വലിയ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഏഴയാകുന്നതിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തമായ ഞങ്ങളുടെ നാമമഹത്വത്തിനായി ഉപയോഗിക്കണമേ. കർത്തന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ഒരു പരിശുദ്ധ നാമം തന്നെ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് അടുത്ത് വരുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചു. ആമേൻ. നമുക്ക് വേഗം നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരുവെഴുത്തിലേക്ക് നമുക്ക് തിരിക്കാം. ആമേൻ. എബ്രായ ലേഖനം അതിൻ്റെ 10-ാം വാക്യം നമുക്ക് വായിക്കാം. 1:10. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാവുന്നതാണ്. ഇപ്രകാരം അത് വായിക്കുന്നത്. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ആകുന്നു. ആമേൻ. സ്തോത്രം. നമുക്ക് തിരുവെഴുത്തിൽ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പുതിയ നിയമത്തിൽ നമ്മൾ വചനം നമ്മൾ കാണുമ്പോൾ, വിശേഷിച്ച് എബ്രായ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം എബ്രായ അല്ലെങ്കിൽ പശ്ചാത്തലമുള്ള യഹൂദ പശ്ചാത്തലമുള്ള വിശുദ്ധന്മാർ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ അവർക്ക് എഴുതി എന്ന സ്തോത്രം സാഹചര്യമുള്ള ഒരു പുസ്തകമാണ് നമ്മളിപ്പോൾ വായിച്ച എബ്രായ ലേഖനം. എന്നാൽ എബ്രായ ലേഖനത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പുരോഹിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മളിവിടെ വളരെ വ്യക്തമായി കാണുന്നത്. അനാദിനിത്യനായ ദൈവം നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി സ്തോത്രം തൻ്റെ കാര്യാലോചനയും കാര്യപദ്ധതിയും ആരംഭിച്ചപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അദൃശ്യമായ സകലത്തിന്മേലും സ്തോത്രം സർവശക്തനായ ദൈവം വാഴുകയാൽ സ്തോത്രം ദൃശ്യമായ സകല സൃഷ്ടിക്കും തൻ്റെ ഏകജാതനാകുന്ന പുത്രനാകുന്ന യേശു ക്രിസ്തു സകലത്തിന് ഉടയവനായി തീരേണ്ടതിന് പുത്രൻ മുഖാന്തരം സകലതും ഉളവാക്കി എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ നിത്യതയെക്കുറിച്ച് നമ്മളിവിടെ കാണുവാൻ ഇടയായിത്തീരുന്നു. ആമേൻ. ദൈവത്തിന്റെ സൃഷ്ടിപ്പിന് മുമ്പ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, സൃഷ്ടിയുടെ ആരംഭ പദ്ധതിക്ക് മുമ്പ്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നിത്യനായി വാഴുകയാണ്. അങ്ങനെ സർവ്വത്തിനും താൻ സ്വയംഭൂവാകയാൽ, ഹല്ലേലൂയ, സ്തോത്രം, പുത്രനാകുന്ന യേശു ക്രിസ്തു, ഹല്ലേലൂയ, സർവ്വ സൃഷ്ടിക്കും ആദിജാതനും പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതിന് ദൃശ്യമണ്ഡലത്തിൽ ദൈവപുത്രനെ വെളിപ്പെടുത്തണം എന്നുള്ളത്, ഹല്ലേലൂയ, സകല സൃഷ്ടിയിലും സകല തലമുറയിലും തനിക്കുള്ളവരെ താൻ വേർതിരിക്കുകയും ചെയ്യണമെന്നുള്ളതും, ഹല്ലേലൂയ, സകലത്തെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി യാഗമെന്ന പദ്ധതിക്കായിട്ട് മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവപുത്രനെ ഹല്ലേലൂയ കാലസമ്പൂർണതയിലാക്കി വെക്കണം എന്നുള്ളതെല്ലാം പിതാവിന്റെ നിത്യ പദ്ധതിയായിരുന്നു. ആമേൻ. അപ്പോൾ ആ നിത്യ പദ്ധതിയോടുള്ള ബന്ധത്തിലാണ് പുത്രനാകുന്ന യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആമേൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ നിത്യനായ ദൈവത്തിന്റെ നിത്യത്വം നമ്മൾ അവിടെ കാണുവാനിടയായി തീരുന്നുണ്ട്. നിത്യനായ ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തു ദൈവരൂപത്തിൽ ഇരിക്കുന്നത് നമ്മൾ വെളിപ്പാട് 1 അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവിടെ വ്യക്തമായി കാണുന്നു. പുത്രനാകുന്ന യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കുന്ന രംഗമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ആ നിത്യനാകുന്ന ദൈവത്തിന് ആ തന്റെ നിത്യത്വം വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നാശമുള്ളതും
താൽക്കാലികം ആയിരിക്കുന്നതും അല്ലെങ്കിൽ സ്തോത്രം അല്പകാലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമായ മനുഷ്യനെ അവന്റെ പ്രാണനും ആത്മാവിനും ശരീരത്തിനും ഒത്തവണ്ണം ദൈവം ജഡത്തിൽ വെളിപ്പെടുത്തുക പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലുള്ള നീതി തന്നെയാണ്. പുത്രനെ ജഡത്തിൽ വെളിപ്പെടുത്തി അല്ലെങ്കിൽ പിതാവിനെ വെളിപ്പെടുത്തിയിട്ടല്ലാതെ അല്ലെങ്കിൽ പിതാവിന്റെ മഹത്വം ഒരിക്കലും മനുഷ്യർക്ക് അറിയുവാൻ സാധിക്കത്തില്ല. നിത്യനായ ദൈവത്തെ ഒരിക്കലും ഒരു മനുഷ്യനും കണ്ടെത്താൻ കഴിയുമോ? ഒരിക്കലും സാധിക്കത്തില്ല. ഒരു മനുഷ്യനും നിത്യനായ ദൈവത്തെ, അദൃശ്യനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, സകലത്തിന്റെ വാക്കിനാൽ ഉളവാക്കിയ ദൈവത്തെ ഒരിക്കലും ആർക്കും അറിയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അത്രത്തോളം സ്തോത്രം ദൈവം ശക്തനാണ്. അത്രത്തോളം തന്റെ സൽഗുണങ്ങൾ, തന്റെ പ്രോപ്പർട്ടീസ് സ്തോത്രം അത് മഹത്വമുള്ളതാണ്. അപ്പോൾ തന്നെ ആ ദൈവത്തെ അറിയുവാൻ മനുഷ്യന് ഒരു സാധ്യതയില്ലാതിരിക്കുമ്പോൾ മനുഷ്യന്റെ മർത്യമായ കണ്ണുകൾ, ഇന്ദ്രിയങ്ങളിലൂടെ ജ്ഞാനം സ്തോത്രം വരുന്ന ഒരു ശരീരമാണ് മനുഷ്യന് ലഭിച്ചിരിക്കുന്നത്, അല്ലെ? ഇന്ദ്രിയങ്ങളിലൂടെ പ്രാപിച്ചെടുക്കുന്ന അറിവിലൂടെ സ്തോത്രം ദൈവത്തെ അറിയുവാനായിട്ട് സ്തോത്രം നമ്മൾ ശ്രമിച്ചാൽ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കാതെ വണ്ണം വളരെ വിശ്വാസം എന്ന പ്രസംഗത്തിനാൽ ദൈവത്തെ അറിയുവാനുള്ള ഒരു വഴി ദൈവം തുറന്നു വെച്ചു. കണ്ണിലൂടെ കണ്ടിട്ടല്ല, സംസാരിച്ചിട്ടല്ല, തൊട്ടിട്ടല്ല, പിന്നെ എങ്ങനെയാണ്? ചെവി കൊണ്ട് കേട്ട് ജീവനുള്ള ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഹല്ലേലൂയ. ഭൂമിയിലെ സകല മനുഷ്യർക്കും ദൈവം വെച്ച വ്യവസ്ഥ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാൽ വിശ്വാസം ഉളവാകുന്ന ഒരു വലിയൊരു കാര്യപദ്ധതിയാണ് സ്വർഗത്തിലെ ദൈവം മനുഷ്യർക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിന്റെ നിത്യത്വം നമ്മൾ ഇവിടെ കാണുമ്പോൾ എബ്രായ ലേഖനം, ഈ ലേഖനം ആരംഭിക്കുന്ന സമയത്ത്, ഈ കത്ത് ആരംഭിക്കുന്ന സമയത്ത് അവിടെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. അവിടെ വായിക്കുന്ന എന്താണ്? കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് സ്തോത്രം വായിക്കേണ്ടത് അതിന്റെ രണ്ടാം വാക്യം ഒന്ന് വായിച്ചേ. 1:2. കണ്ടോ? പിതാവായ ദൈവം പുത്രനാകുന്ന ക്രിസ്തുവിനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. മനസ്സിലാക്കണം. എബ്രായ ലേഖനം ഇത് വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. മനസ്സിലാക്കണം. സകലത്തിനും അധികാരിയാക്കി വെക്കുമ്പോൾ ഹല്ലേലൂയ പുത്രനാകുന്ന യേശു ക്രിസ്തു സർവ്വ സൃഷ്ടിക്കും ആദിജാതനാണ്. ആമേൻ. അവിടെ വായിക്കുന്ന അടുത്ത വാക്യം എന്താണ്? ഒന്ന് വായിച്ചേ. അങ്ങനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അടുത്തത് കണ്ടോ? പുത്രനാകുന്ന ക്രിസ്തു മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം തന്റെ നിത്യത്വവും ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചാൽ സൃഷ്ടി ഒരിക്കലും സൃഷ്ടാവിനെ അറിയത്തില്ല. അതിന് സ്തോത്രം ആദ്യം ചെയ്തത് പിതാവ് സ്തോത്രം സർവത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കണം. കാര്യം ദൃശ്യമണ്ഡലത്തിൽ സർവ്വ സൃഷ്ടിക്കും അല്ലെങ്കിൽ ആദിജാതനായി തീരണമെന്നുണ്ടെങ്കിൽ ദൃശ്യലോകത്തിലും അദൃശ്യലോകത്തിലും ക്രിസ്തുവിനെ സകലത്തിനും വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാക്കി വെക്കുക എന്നുള്ളത് പിതാവിന്റെ കാര്യപദ്ധതിയായിരുന്നു. ആമേൻ. അത് നമുക്ക് ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ നമ്മൾ വായിക്കേണ്ട, നമുക്ക് ഒന്ന് താഴോട്ടൊന്ന് വായിച്ചേ. കണ്ടോ? പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ അത് നമുക്ക് അത് വാക്യം വായിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്തോത്രം ഹല്ലേലൂയ അതിന്റെ സ്തോത്രം 8-ാം വാക്യം ഒന്ന് വായിച്ചേ. പുത്രനോടോ കണ്ടോ? ഇതാരാ വിളിക്കുന്നേ? പിതാവ് പുത്രനെ എന്താ വിളിക്കുന്നേ? കണ്ടോ? അത് ആരാന്ന് ചോദിച്ചേ? ആരെ? എന്താ വിളിച്ചേ? അപ്പൊ എങ്ങനെ പുത്രനെ ദൈവമേന്ന് വിളിക്കാൻ പറ്റുമോ? മനസ്സിലാക്കണം. എപ്പോഴാ അങ്ങനെ വിളിക്കുന്നത്? ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചാൽ അവനെയും ദൈവമേന്ന് വിളിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ അവർ ഏകവും നിത്യവുമായിരിക്കാൻ സകല നീതി നിവർത്തിക്കണമെന്നുണ്ടെങ്കിൽ പുത്രനെയും പിതാവ് ദൈവമേന്ന് വിളിക്കുകയാണ്. പുത്രൻ പിതാവിനെയും ദൈവമേന്ന് വിളിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. വായിച്ചേ.
പുത്രനോടോ ദൈവമേ ആ കണ്ടോ, സിംഹാസനം മനസ്സിലായ പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. സ്തേഫാനോസ് അത് കണ്ടു, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത് കണ്ടു. അവന്റെ പ്രാണൻ പോകാൻ നേരമായപ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനാകുന്ന യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്ന് സ്വന്തം തന്നെ സ്വീകരിക്കുന്ന രംഗം അവിടെ കണ്ടു. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പലയിടത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ജയം പ്രാപിച്ച ക്രിസ്തു, ആമേൻ, കർത്താവ് സകല സൃഷ്ടിക്കും അധിപതിയാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഇവിടെ എബ്രായ ലേഖനം ചെയ്യുന്നത്. അവിടെ ശ്രദ്ധിക്കണം, ദൈവമേ, അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം, ദൈവമേ ആ ആ ആ കണ്ടോ, ഇപ്പോൾ പുത്രനെ വിളിക്കുന്നതാണ് അവന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ, നീതി ആ നേരുള്ള ചെങ്കോൽ. അടുത്തത് കണ്ടോ, ഒരു പുത്രന്റെ സ്വഭാവത്തെ പിതാവ് വെളിപ്പെടുത്തുകയാണ്. അത് ആത്മാവിൽ സങ്കീർത്തനക്കാരൻ എഴുതി വെക്കുമ്പോൾ മനസ്സിലാക്കണം, പുത്രനെ കുറിച്ച് പിതാവ് വെളിപ്പെടുത്തുകയാണ്. പിതാവിന്റെ സകല സൽഗുണങ്ങളും നീതിയും സത്യവും സകല സൽഫലങ്ങളും പുത്രനാകുന്ന യേശുക്രിസ്തുവിൽ പൂർണ്ണമാണെന്ന് ആത്മാവിൽ സങ്കീർത്തനക്കാരൻ പിതാവിന്റെ ആത്മാവിനാൽ അറിയുവാൻ ഇടയായി തീരുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ ആഴമുള്ള കാര്യമാണ്. ആമേൻ. കാരണം പുത്രന് പിതാവിനോളം പദവിയുണ്ടോ? പൂർണ്ണമായിട്ടുണ്ട്. കാര്യം സങ്കീർത്തനക്കാർ ഇവിടെ വായിക്കുന്നത് പുത്രനോട് പറയുന്നത് എന്താണ്? പിതാവ് ദൈവമേ എന്ന് വിളിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതാരോടാ പറഞ്ഞത്? ശിഷ്യന്മാരോട് മറുരൂപ വലയ വെച്ച് പറഞ്ഞു. അടുത്തത് യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ നിന്ന് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ പുത്രനെ പുത്രൻ എന്ന് വിളിക്കുവാൻ പിതാവ് മടി കാണിക്കുന്നില്ല. അപ്പോൾ തന്നെ ദൈവരൂപത്തിലിരിക്കുന്ന പുത്രനാകുന്ന യേശുക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനെ ദൈവമെന്ന് വിളിക്കാനും പിതാവ് മടി കാണിക്കുന്നില്ല. കാരണം എന്താണ്? സ്വന്തം ദൈവരൂപത്തിലിരിക്കുന്ന ദൈവപുത്രനെ പിതാവായ ദൈവം പൂർണ്ണ മഹത്വത്തിനും അധികാരത്തിനും ശക്തിക്കും യോഗ്യരായിട്ട് എണ്ണാനുള്ള കാരണം നമ്മൾ വായിച്ച അടുത്ത വാക്യമാണ്, നീ നീതിയെ ഇഷ്ടപ്പെടുന്നു. അടുത്തെന്താണ്? ദുഷ്ടരെ ദ്വേഷിക്കുന്നു. ഇത് മനുഷ്യൻ ഒരിക്കലും ഇത് യോഗ്യമായ ഗുണമല്ല. ഇത് ദൈവത്തിന് മാത്രം ആളെ അവകാശപ്പെടുവാൻ കഴിയുന്ന യോഗ്യതയാണത്. വായിച്ചേ, നീ നീതി ഇഷ്ടപ്പെടുകയും ആ പരമായി കണ്ടോ, നിന്റെ കൂട്ടുകാരിൽ പരമായി ഈ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ കൂട്ടുകാരിൽ പരം. അവിടെ ഏതാ കൂട്ടുകാര്? കൂട്ടുകാരേതാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ വന്ന കാര്യങ്ങളൊക്കെ മാറിപ്പോയെങ്കിലും സ്തോത്രം, നമുക്കതൊന്ന് വായിക്കാം. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ വായിച്ച 2-ാം അധ്യായം, സ്തോത്രം, സ്തോത്രം, എബ്രായ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10 ഒന്ന് വായിച്ചേ. 2-ന്റെ 10 വായിക്ക. 2-ന്റെ 10 സകലത്തിന് ലാക്കും. ഇവിടെ വായിക്കട്ടെ, ഇവിടെ വായിക്കട്ടെ. സകലത്തിനും ലാക്കും, സകലത്തിനും കാരണഭൂതനുമായവൻ. അപ്പൊ ആരാ? അതാരാ? അതാരാന്നൊക്കെ ചോദിച്ചാൽ കുഴഞ്ഞു. അത് ക്രിസ്തു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ എന്നും സ്പൂൺ ഫീഡിങ് പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം. അതാരാ? അത് പുത്രനാം ക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. പുത്രനാകുന്ന ക്രിസ്തുവാണത്. അതിനെ കുറിച്ച് വായിച്ചേ. അനേകം പുത്രന്മാര്. അപ്പൊ കൂട്ടുകാരാരാ? ആരാ ഈ പുത്രന്മാരാരാ? ആരാ പുത്രന്മാര്? ഹല്ലേലൂയ. പുത്രന്മാർ രക്ഷിക്കപ്പെട്ടു വരുന്ന ഓരോ വ്യക്തികളുമാണ്. അത് പറയാനുള്ള ബോധമില്ല. സഭയെന്നൊക്കെ ഒറ്റയടിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് ഏതാ? ഡാൽമിയ സിമെന്റിന്റെ വലിയൊരു കെട്ടിടം. അതാണോ? ആണോ? ഹല്ലേലൂയ. പിന്നെ എന്നതാ? ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവൈതലുമാണ്, വിശുദ്ധനാണ്, അവരാണ് മക്കൾ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ കൂട്ടുകാരിൽ പരമായി ആനന്ദ വയലം കൊണ്ട് നിന്നെ അഭിഷേകം
ചെയ്യുന്നു. അപ്പൊ അഭിഷേകം, ആ അഭിഷേകം എന്താണ്? പുത്രന് കൊടുത്ത ഡ്യൂട്ടി എന്താ? നമ്മളിപ്പോ വായിച്ചത് എന്താണ്? ആ എന്താ അവന്റെ ഡ്യൂട്ടി? എന്താ നടത്തുന്നത്? ഡ്യൂട്ടി എന്താ? അത്രയും പറയണ്ട. തേജസ്സിലേക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലായതിന്റെ അടയാളമാണ് അങ്ങനെ എടുത്തു പറയുന്നത്. തേജസ്സിലേക്ക് പുത്രന്മാരെ നടത്തുക. ഇച്ചിരിയുടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളെയും നിത്യതയുടെ ശുഭതയിലേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് അടുപ്പിക്കുവാൻ, ദൈവത്തിന്റെ മഹത്വമുള്ള തേജസ്സിലേക്ക് അടുപ്പിക്കുവാൻ പുത്രനാകുന്ന യേശു ക്രിസ്തു നമുക്ക് വഴി കാണിക്കുന്നവനായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മനസ്സിലാകുന്നുണ്ട്? അവന്റെ തേജസ്സിലേക്കാണ് നമ്മെ കർത്താവ് കൊണ്ടുവരുന്നത്. പുത്രൻ പിതാവിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോവാണ്. അതുകൊണ്ടാണ് പുത്രനാകുന്ന യേശു ക്രിസ്തു പറഞ്ഞ പിതാവിന്റെ അടുക്കലേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അറിയുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? അവരെ പിതാവിന്റെ തേജസ്സിലേക്ക് നയിക്കുകയാണ്. അപ്പൊ നമ്മെ ഓരോരുത്തരെയും സ്വന്തം രക്ഷയിലേക്ക് നടത്തുക, പിതാവിലേക്ക് നടത്തുക എന്നുള്ള വലിയ ഡ്യൂട്ടിയാണ് ക്രിസ്തുവിനിരിക്കുന്നത്. അതിനായിട്ടാണ് പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഡ്യൂട്ടി എന്താണെന്നറിയാമോ? നമ്മളുടെ അകൃത്യങ്ങളെ വഹിക്കുക, നമ്മുടെ പാപങ്ങളെ കഴുകുക, നമുക്ക് തേജസ് നൽകുക, നമ്മളെ നടത്തുക, നമ്മോടുകൂടെ നിൽക്കുക. ഇതാണെന്ന് കർത്താവായ യേശു ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ, സ്നാനപ്പെട്ട നാൾ മുതൽ ഇന്ന് ഈ 2025 വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഈ ആരംഭ ദശയല്ല. ഇന്ന് എത്രത്തോളം വളർച്ച വന്നു, എത്രത്തോളം ഉയർച്ച വന്നു, എത്രത്തോളം തേജസ് പ്രാപിച്ചു. അകത്തകമയുള്ള മനുഷ്യൻ നാൾക്ക് നാള് പുതുക്കം പ്രാപിച്ചത് അനുഭവമുള്ളവരെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാകട്ടോ. ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്നാൽ ആ കൃപ ലഭിച്ചവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. കണ്ടോ? രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത്. കാരണം അവനിൽ പകരപ്പെട്ട നിയോഗോ അഭിഷേകോ എന്തിനായിരുന്നു? അവൻ കഷ്ടാനുഭവങ്ങളാൽ പുത്രനാകുന്ന യേശു ക്രിസ്തു തികഞ്ഞവനായി തീരണം പിതാവിന്റെ സന്നിധിയിൽ. കാരണം തന്റെ ശുശ്രൂഷയാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ദൈവരാജ്യത്തിൽ ചെല്ലേണ്ടതിനാണ് പുത്രനാകുന്ന യേശു ക്രിസ്തു ഈ ശുശ്രൂഷയിലായിരിക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ. കാരണം വിശുദ്ധീകരിക്കുന്നവനും ഒരുത്തനല്ലോ പിതാവ്. ലജ്ജിക്കാതെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവന് ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. കണ്ടോ? ദൈവം വായിച്ചേ. ദൈവം ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. കണ്ടോ? അപ്പോൾ ദൈവം എനിക്ക് തന്ന മക്കളെന്ന് കർത്താവ് പറയുമ്പോ, പുത്രനാകുന്ന യേശു ക്രിസ്തു പറയുമ്പോ ഈ മക്കൾ ആരുടെയാണ്? പിതാവിന്റെയാണ്. പിതാവിന്റെ മക്കളെ പുത്രന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ പുത്രൻ ആരാണ്? പുത്രനാകുന്ന യേശു ക്രിസ്തു ആദ്യജാതനാണ്. സകല സഹോദരന്മാർക്കും പുത്രനാകുന്ന യേശു ക്രിസ്തു ആദ്യജാതനാണ്. പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ ഡ്യൂട്ടി എന്താണ്? സഹോദരന്മാരായി ക്രിസ്തുവിൽ ജനിച്ച, ക്രിസ്തു മുഖാന്തരം പിതാവിൽ ജനിച്ച എല്ലാ ദൈവമക്കളെയും പിതാവിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുക, പിതാവിന്റെ ഭവനത്തിൽ എത്തിക്കുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിത് വായിക്കുന്ന കൂടെ നമ്മൾ സ്വന്തം മറ്റൊരു ഭാഗം നമ്മൾ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. അതിന്റെ സ്തോത്രം 17:5 മുതൽ ഒന്ന് വായിച്ചേ. ആമേൻ. ഈ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. 5-ാം വാക്യം മുതൽ ഒന്ന് വായിക്കേ. 5 മുതൽ പറഞ്ഞത്. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ
എന്നെ നിന്റെ അടുക്കൽ വെളിപ്പെടുത്തി മഹത്വപ്പെടുത്തണമേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള, ഇവിടെ ശ്രദ്ധിക്കണം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള, ആരുടെ കയ്യില്? പിതാവിന്റെ കയ്യിൽ ഇരിക്കുന്നവരെ പുത്രന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടേക്കുക. ഇന്ന് നമ്മൾ ആരുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് അറിയാവോ? ആരുടെ കയ്യിൽ ഇരിക്കുന്നേ? ക്രിസ്തുവിന്റെ കയ്യിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിൽ നടത്തപ്പെടുവാൻ ദൈവം ഓരോ കാര്യങ്ങളെ കർത്താവ് ആസ്തോത്രം അതിനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കാലലിയ നാളുകളും മാസങ്ങളും ദിവസങ്ങളും മാറുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം പരിപൂർണമായി മാറിക്കൊണ്ടിരിക്കുന്നതിന് കാരണം ആത്മാവാകുന്ന ക്രിസ്തുവിന്റെ കയ്യിൽ പിതാവായ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മെ പുത്രന്റെ കയ്യിൽ പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. പുത്രന്റെ ഡ്യൂട്ടി എന്താണ്? നമ്മളെ തേജസ്സിലേക്ക് നടത്തുക. അതെങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? വായിച്ചേ. മനുഷ്യർക്ക് അപ്പോൾ വെളിച്ചം എന്നാന്നറിയാമോ? പിതാവ് ആരാണെന്ന് പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുന്ന സഹോദരന്മാർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ പുത്രനാകുന്ന യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാ, ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. അപ്പൊ കാര്യസ്ഥൻ വന്ന് പുത്രൻ നമ്മോടുകൂടെ ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി പഠിപ്പിച്ചു തരും. മനസ്സിലാകുന്നുണ്ടോ? ആ വെളിപ്പെടുത്തി പഠിപ്പിച്ചും തരുന്നതിനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അനേക സഹോദരന്മാർ വെളിച്ചത്തിലേക്ക് നയിക്കുക, നടക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഫ്രണ്ടിൽ ഒരു വലിയൊരു ലാമ്പ് കത്തിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്ന അർത്ഥമല്ല പറയുന്നത്. പിന്നെ എന്താണ്? നമ്മുടെ ആത്മാവ് വെളിച്ചത്തിലേക്ക് നടക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പിതാവിലുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കാര്യം പിതാവും പുത്രനും അവർ നിത്യതയിൽ സംഭാഷിച്ച സംഭാഷണങ്ങളും അവർ ദൈവസന്നിധിയിലെടുത്ത സ്വർഗത്തിലെടുത്ത തീരുമാനങ്ങളും കാര്യപദ്ധതികളും പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ആർക്കാന്നറിയാമോ തിരുവെഴുത്ത് മനസ്സിലാകുന്നത്? പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് മാത്രമാണ് ഇതിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കത്തുള്ളൂ. അല്ലാത്തവന്റെ കയ്യിൽ വെറും 66 പുസ്തകമുള്ള വെറും ഒരു പുസ്തകം പിടികിട്ടിയോ? അവനടുത്തുള്ള കഥകളായിട്ടാ തോന്നുള്ളൂ, അല്ലെങ്കിൽ കുറെ സർട്ടിഫിക്കറ്റ് വാരിക്കൂറ്റാൻ വേണ്ടി മാത്രം. അതൊന്നുമല്ല. പരിശുദ്ധാത്മാവ് നിനക്ക് ഈ വചനത്തിലെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തന്നാലാണ് സാക്ഷാൽ ദൈവം ഉദ്ദേശിക്കുന്ന തന്റെ ഉദ്ദേശത്തിന്റെ ഹിതങ്ങൾ എന്തെന്ന് നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തത്തുള്ളൂ. ആമേൻ. വായിച്ചാട്ടെ. വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതെങ്ങനെ അറിയാം? നിനക്കുള്ളവർ ആയിരുന്നു എന്ന് ഇത് പറയുന്ന സമയത്ത് പുത്രൻ ഭൂമിയിലാണ്. എന്നാൽ നിനക്കുള്ളവരായിരുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജഡത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ് അനാദി നിത്യതയിൽ പിതാവിന്റെ തിരുഹൃദയത്തിലെ പദ്ധതി പുത്രൻ അറിഞ്ഞപ്പോൾ തന്റെ ഹൃദയത്തിൽ ജനിക്കുവാനിരിക്കുന്ന പുത്രന്മാരെ കുറിച്ച് പുത്രനാകുന്ന യേശുക്രിസ്തു തന്റെ മടിയിലിരുന്ന് അറിഞ്ഞു എന്നല്ലേ അതിനർത്ഥം? കരങ്ങൾ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വായിച്ചേ. നീ അവരെ എനിക്ക് തന്നു. കണ്ടോ? ഇതെല്ലാം പുത്രന് സാക്ഷ്യമാ. അതായത് രക്ഷിക്കപ്പെട്ടു വരുന്ന ഓരോരുത്തരെയും അനാദി നിത്യതയിൽ നമ്മളെ ഓരോരുത്തരെയും പുത്രനാകുന്ന യേശുക്രിസ്തു മുഖാന്തരം പിതാവ് തെരഞ്ഞെടുത്തു. അങ്ങനെ പിതാവ് നമ്മളെ തെരഞ്ഞെടുക്കേണ്ടതിന് പുത്രനെ ലോകത്തിന് വെളിപ്പെടുത്തി. പുത്രൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി പരിഹാരമായി തീർന്നു. ഒരിക്കലായ ഈശോത്തിൽ താൻ കഷ്ടം അനുഭവിച്ചു. അല്ലെങ്കിൽ ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെ ക്രിസ്തു വരെയുള്ള പ്രവാചകന്മാർക്ക് ക്രിസ്തുവിന് മുമ്പ് വെളിപ്പെടുത്തി കൊടുത്ത അതേ പരിശുദ്ധാത്മാവിനാൽ തന്നെ ഇന്ന് ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ട് പൂർണ്ണത വന്ന യാഗനിമിത്തം നമുക്ക് ഇന്ന് വെളിപ്പെടുത്തി തരികയാണ് ക്രിസ്തു ആരാണെന്നും നാം ക്രിസ്തുവിൽ ആരാണെന്നും. മനസ്സിലാവുന്നുണ്ടോ? ഇത് പിതാവിൽ നാം വസിക്കുന്നതിന് പുത്രനാകുന്ന യേശു ക്രിസ്തു ഇത് അനാദി നിത്യതയിൽ പിതാവിന്റെ തിരുഹൃദയത്തെ നമ്മെ ഓരോരുത്തരെയും ദൈവരൂപത്തിലും പുത്രന്റെ രൂപത്തിലും ദൂതരൂപത്തിലും തേജസ്സുള്ളവരുമായി കാണേണ്ടതിന് അവരെല്ലാം നിന്റെ വചനം അനുസരിച്ചു എന്ന് പുത്രൻ നമ്മെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. ഇത് രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് പുത്രനാകുന്ന യേശു ക്രിസ്തു ഇത് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നത്. വായിച്ചേ. ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. ആമേൻ. ഒന്നും കൂടെ വായിച്ചേ. നീ പിതാവായ ദൈവം ലോകത്തിൽ നിന്ന് പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ നമ്മൾ. അപ്പോൾ ഇന്ന് നമ്മൾ ആരുടെ വകയാ? നമ്മൾ ഇന്ന് ക്രിസ്തുവിന്റെ വകയാ.
ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ആർക്കും ഒന്നും പ്രത്യേകത ഒന്നും വരുന്നില്ലല്ലോ. ക്രിസ്തുവിന്റെ വകയായിരുന്നു പറയുമ്പോൾ എന്റെ ഉള്ള തുടിക്കുകയാണ്. അത് കേട്ട് നിങ്ങൾ ഗോത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഉള്ളിൽ അനുഭവമില്ല. അത് പോട്ടെ, കാര്യം അനുഭവം എന്നാ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, സഹോദരൻ, രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവം ഇതിൽ ക്രിസ്തുവിന്റെ വകയാണ്. വായിച്ചാട്ടെ. നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. കണ്ടോ, പുത്രനായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കും, ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കും. അപ്പോൾ നാം പിതാവ് ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തുകയാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. സ്വർഗീയ പിതാവേ എന്ന് വിളിക്കുവാൻ അതിൽ നമ്മെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, ആ പിതാവിനെ നമ്മൾ ആത്മാവിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ വീട്ടിലെ പണ്ട് ചത്തുപോയ കാരണവന്മാരൊക്കെ പിതാവാന്നും പറഞ്ഞ് കയറി കളിക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. ഭൂമിയിലെ കാരണവന്മാരെ, ഭൂമിയിൽ നിന്ന് പോയവരെ, ഹല്ലേലൂയ, ജഡപ്രകാരം പൂർവികരെ, അവരല്ല. പിന്നെ ആരുടെ കാര്യം പറയുന്നത്? ചില എന്താ ചില സഭകളുടെ അകത്ത് വർഷങ്ങളായിട്ട് പിതാവേ, പിതാക്കന്മാരെന്ന് പറയുമ്പോ മനസ്സിലാക്കണം, ആ മഹത്വവും ആരാധനയൊക്കെ പോകുന്ന എവിടെയാ? എവിടെയോ കുഴിയിൽ ആസ്തികൂടമായിട്ട് കിടക്കുന്ന കാരണവന്മാരിലേക്കാ പോകുന്നതെങ്കിൽ പോയി. പക്ഷേ ഈ ദൈവവചനം പറയുന്ന അങ്ങനെയല്ല. ഹല്ലേലൂയ. ഞാൻ പാപിയായിരുന്നപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, വെറുതോ പിതൃപാരമ്പര്യവുമല്ല എന്റെ സ്തോത്രം വഷളായി പോകുന്ന നടപ്പിൽ നിന്ന് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെന്താണ്? അഴിഞ്ഞു പോകാത്തതായ നിർദോഷ നിഷ്കളങ്കമായ കുഞ്ഞാന്റെ വിലയേറിയ രക്തത്താലാണ്. അതുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമേ ഈ വചനങ്ങൾ, സത്യങ്ങൾ സന്തോഷമായിട്ട് പരിണമിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. പിതാവേ എന്ന് വിളിക്കുമ്പോ ചിലരുടെ ഒക്കെ കണ്ണിങ്ങനെ അറിയോ, അയ്യോ എന്റെ കൊച്ചു എന്നെയാണ് വിളിക്കുന്നത്. അല്ലെന്നേ, ആളല്ലേ, നീ പോയ കുഴി വരെ ഉള്ളൂ. ഇത് കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഒരുവൻ സ്വർഗത്തിലുണ്ട്. അവനെ അയച്ച പിതാവിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അമ്മൻ വായിച്ചാട്ടെ. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. ഇത് കണ്ടോ? അപ്പോൾ മനസ്സിലാക്കണം, പിതാവ് നമ്മെ ഹൃദയത്തിൽ കണ്ടതുപോലെ തന്നെ പുത്രനും നമ്മളെ കണ്ടിട്ടുണ്ട്. മനസ്സിലാക്കണം. അങ്ങനെയാണ് ശിഷ്യന്മാരുടെ അടുക്കൽ കർത്താവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യഗണങ്ങൾ ഓരോരുത്തരും മുന്നമേ അറിയാമായിരുന്നു. അപ്പോൾ ഒരു തിരിച്ചൊരു ചോദ്യം, ഇതിന്റെ അകത്ത് ഒരുത്തന്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. യൂദ, അവൻ ആദ്യമേ കള്ളനായിരുന്നു, അല്ലേ? ഇവിടെ എന്നു മുതൽ കള്ളനായിരുന്നു? അവൻ ആദ്യമേ കള്ളനായിരുന്നു. ഹല്ലേലൂയ. സാത്താൻ ഇടം കൊടുക്കുന്നവനായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, സുവിശേഷം കേട്ട് വരുന്നവർ ദൈവഹിത പ്രകാരമുള്ളവരെ രക്ഷിക്കപ്പെടത്തുള്ളൂ. പിതാവ് കണ്ടിട്ടുള്ളവർ മാത്രമേ രക്ഷിക്കപ്പെടുള്ളൂ. അപ്പൊ അതിന് തെളിവെന്നാന്നോ? സുവിശേഷം പറഞ്ഞ് ഈ രക്ഷയുടെ സത്യങ്ങൾ പറയുമ്പോൾ അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത് വാഗൊണ്ട് ഏറ്റു പറയാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവർക്ക് സാധിക്കും. മറ്റുള്ളവർ എത്ര വർഷം സഭായോഗത്തിന്റെ അകത്ത് ഇരുന്നാലോ, എത്ര വർഷം മെമ്പർഷിപ്പ് എടുത്തിരുന്നാലോ, അല്ലെങ്കിൽ ഫിത്തി ഇടിഞ്ഞു പോകുന്നേ ഉള്ളൂ. ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? കസേര ഓടിക്കാനും ഭിത്തിയടിക്കാനും വേണ്ടി കുറെ എണ്ണം വരും. അവരല്ല ഈ സുവിശേഷത്തിന്റെ സത്യങ്ങളെ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുള്ളവരാരോ അവർ സ്വർഗത്തിൽ പോകുവാൻ ഇടയാകും. വായിച്ചാട്ടെ, ആ വാക്യങ്ങളൊന്ന് വായിച്ചേ. എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ. കണ്ടോ, അതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നേ? ശ്രദ്ധിച്ചേ, അതെങ്ങനെയാണ് കാര്യം? അവരിൽ ഉളവാക്കപ്പെട്ട ആത്മമനുഷ്യനെ കണ്ടപ്പോൾ ക്രിസ്തു തിരിച്ചറിഞ്ഞു, ഇവൻ ക്രിസ്തുവിൽ പിതാവിനുള്ളവനായിരുന്നു. ആമേൻ. പത്രോസിന് വേണ്ടി എന്തുകൊണ്ടായിരിക്കും ഹല്ലേലൂയ കർത്താവ് സ്തോത്രം സാത്താൻ നിന്നെ പലവട്ടം പാറ്റേണ്ടെന്ന് ചോദിച്ചെന്ന് നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാനത് അനുവദിച്ചില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, പത്രോസിലും വരുന്ന നാടുകളിൽ മനുഷ്യൻ പുതുബലത്തോടെ എഴുന്നേൽക്കുന്നത് മുൻ കണ്ടിട്ടാണെന്ന് ഓർക്കണം. സാത്താന്റെ പ്രവർത്തികളെ അനുവദിക്കാതെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം പത്രോസിനെ സൂക്ഷിച്ചതെങ്കിൽ എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പോരാട്ടങ്ങളെ അനുവദിച്ചാൽ, വെല്ലുവിളികളെ അനുവദിച്ചാൽ മനസ്സിലാക്കണം, അതിന്റെ പിന്നിൽ എന്റെ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്.
ആമേൻ. രോഗങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, വെല്ലുവിളികളാകട്ടെ, അതിന്റെ നടുവിൽ എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ എന്നിലും നിങ്ങളിലും ആത്മ മനുഷ്യൻ അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നത് കാണുവാൻ അവൻ പിതാവിന് ഉണ്ടായിരുന്നു എന്നുള്ള വലിയ സാക്ഷ്യം കേൾക്കേണ്ടതിനാണ് പുത്രനാകുന്ന യേശു ക്രിസ്തു ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ ശുശ്രൂഷകനായിരിക്കുന്നത്. വായിച്ചാട്ടെ. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. കണ്ടോ, ഇത് എങ്ങനെയാണ്? അതാണ് നമ്മുടെ പുത്രനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും. കണ്ടോ, തന്റെ ജ്ഞാനം ശ്രദ്ധിച്ചോ, അവരെ കൊണ്ട് അത് വിശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ആത്മാവിൽ പുത്രന്റെ കരങ്ങളെ ചലിക്കുകയാണ് അവിടെ. ആമേൻ. നമ്മൾ വിശുദ്ധി പ്രാപിച്ചതാണോ? പറഞ്ഞേ, നമ്മൾ വിശുദ്ധി പ്രാപിച്ചതാണോ? അല്ല, ഇത് ദൈവത്തിന്റെ കൃപയാലാണ്. പലതും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് വെച്ചത് നമ്മുടെ കഴിവാണോ? അല്ലല്ലോ. ആണോ? നമ്മുടെ ജീവിതത്തിൽ പലതോടും ഗുഡ് ബൈ പറഞ്ഞത് സഹോദരൻ, അവൻ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, നല്ല മനസ്സിനുടമ, അതുകൊണ്ട് നന്നായതാണോ? ആണോ? അത് ക്രിസ്തു നമ്മളിൽ ക്രിയ ചെയ്തത് കൊണ്ടാണ് പലതിനോടും നോ പറയാൻ ഇടയായി തീർന്നത്. എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ മാറിപ്പോയത്? എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്? കാരണമേ ഉള്ളൂ, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അതിന്റെ പ്രത്യേകത. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ് പാപ സ്വഭാവത്തിലേക്ക് വീഴാതെ നമ്മൾ സൂക്ഷിക്കുന്നത്. എന്നാൽ ഇന്നും ചില സ്വഭാവങ്ങൾ നമ്മളെ വിട്ടുപിരിയുകയും അതിലെ ചില സ്വഭാവങ്ങൾ നമ്മളിൽ സ്വാധീനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടപ്പോൾ മനസ്സിലാക്കണം, അതിന്റെ മേലും ക്രിസ്തു വരുന്ന നാളിൽ ഇടപെടുക തന്നെ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ചില ബലഹീനതകൾ ജീവിതത്തിൽ കിടക്കുമ്പോൾ അതിന്റെ മേലും ക്രിസ്തുവിന്റെ ആധിപത്യം വെളിപ്പെടുന്ന ദിവസമുണ്ട്. ആളല്ലേ പലതും ജീവിതത്തിൽ എങ്ങനെ മാറ്റുമെന്ന് വിചാരിച്ചോട്ട് ആളല്ലേ സത്യം പറഞ്ഞ് വിസ്മയിച്ചു നിന്ന ആളുകളില്ലായിരുന്നു. എങ്ങനെ അതൊക്കെ പോയത് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കണം. അതാണ് ക്രിസ്തു ഇടപെടുന്നത്. ആ വിധത്തിലാണ് ക്രിസ്തു നമ്മളെ വെളിച്ചത്തിലേക്ക് നടത്തുന്നവനാണ് എബ്രായ ലേഖനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെളിച്ചം നമ്മളിൽ വന്നാൽ ഇരുട്ട് അതിനെ ജയിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? ആളല്ലേ നമ്മുടെ ഹൃദയത്തിലോ സ്വഭാവത്തിലോ കിടക്കുന്ന ഇരുട്ടുകൾ മാറ്റാൻ നമ്മുടെ ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അല്ല, നിന്റെ കഴിവുകൊണ്ട് ഒരു സാധിക്കത്തില്ല. അത് നമ്മൾ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മളെ നൽകിയിരിക്കുന്ന കൃതജ്ഞത്വം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഒന്നും കൂടെ ആ വാക്യം വായിച്ചേ, എത്രയോ ആഴവന്. ഈ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു. നീ അവരെ എനിക്ക് തന്നു. കണ്ടോ, നീ അവരെ എനിക്ക്. അതായത് പുത്രനാകുന്ന യേശു ക്രിസ്തു കൃത്യമായിട്ട് അറിയുന്നത് പിതാവിന്റെ സന്നിധിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ് പുത്രന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ആ പദ്ധതി ഇല്ലാത്ത ഒരുത്തൻ പോലും എന്റെ അടുക്കൽ വരത്തില്ല. എന്നാൽ ഇവരിൽ ഒരുവൻ പിശാചാകുന്നു, അവന്റെ കുതികാൽ എന്റെ നേർക്ക് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ് ഒരുത്തൻ അതിന്റെ ഇടയിലുണ്ടെങ്കിൽ അവൻ ഈ രക്ഷ പ്രാപിക്കാതെ ഇരിക്കുകയും ചെയ്യും. മനസ്സിലായോ? നമുക്ക് ഇതുവരെ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ, ഇതുവരെ കാര്യങ്ങളുടെ ആ നിജസ്ഥിതി ഇതുവരെയും ഈ സ്നാനപ്പെട്ടിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് മനസ്സിലാകാതെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ അപകട നിലയിലാണ്. വളരെ വലിയ അപകട നിലയിലാണ്. ആ അപകടം ലോകത്തിൽ വർണ്ണിക്കാൻ കഴിയത്തില്ല. അത്രത്തോളം വലിയ അപകടമാ. നിന്റെ ശരീരം തകർക്കുന്ന അപകടമല്ല, നിനക്കൊരു രോഗം വരുന്ന ഒരു അപകടമല്ല, നിനക്ക് കടഭാരം കൂടുന്ന അപകടമല്ല, മറ്റൊന്നും ലോകത്തിൽ സംഭവിക്കുന്നതല്ല. ഈ അപകടം നിന്റെ ശരീരം വിട്ട് നിന്റെ ആത്മാവ് വന്നാൽ നിന്നെ സ്വീകരിക്കേണ്ടതിന് ഈ ആയുസ്സിൽ നീ രക്ഷകനെ കണ്ടെത്താതെയുള്ള നിന്റെ സാഹസ പ്രകടനമാണ് അപകടം കൊണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചാട്ടെ. എത്രാം വാക്യം വായിക്കുന്നത്? 9-ാം വാക്യം അല്ലേ? അല്ലെ 7-ാം വാക്യം. നീ എനിക്ക് ആകുന്നു. ആര് അവരാരാ? സഭ. മനസ്സിലാക്കണം. അതായത് സഭ എന്ന് പറയാം, അത് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും അറിയുന്നു. അതായത് മനസ്സിലാക്കണം, ഈ ദൈവസന്നിധിയിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അതിൽ നിങ്ങളുണ്ടോന്ന് നിങ്ങൾ ഉറപ്പിച്ചോണം. മനസ്സിലായോ? ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ദൈവസഭ രൂപാന്തരപ്പെടുമ്പോ ദൈവദാസം പുറകെ വരത്തില്ല. നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ വരുമോ? പ്രാർത്ഥിച്ചോ? ഉണർന്നോ? നിങ്ങൾ പ്രസംഗം കേട്ടോ ഇങ്ങനെ ചോദിച്ചോണ്ട് പുറകെ വരുന്ന പരിപാടിയല്ല. ഒരുങ്ങിയിരിക്കുന്നവൻ അങ്ങ് പോകും. അക്കരെ നാട്ടിൽ ചെല്ലും.
മനസ്സിലാകുന്നുണ്ടോ? അല്ല പുറകെ ഉന്തി തള്ളി മരം കയറ്റുന്ന പരിപാടിയല്ല. കാരണം എന്നാണെന്നറിയാമോ? വിശ്വസിക്കാതെ ആളുകൾ 3.5 വർഷവും ദൈവപുത്രന്റെ കൂടെ ഇരുന്നുകൊണ്ട് പൊറോട്ടയും ഇറച്ചി തിന്നാനായിട്ട് യൂത കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് വിശ്വാസമായിട്ട് പരിണമിച്ചില്ല. കൂടെ ഇരുന്നോണ്ട് ഫുഡ് കഴിച്ചു വെച്ചോണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കൂടെ ഇരുന്നു, ഞാൻ ആ കൂടെ നടന്നേ, എല്ലാ കാര്യം ചെയ്തു കൊടുത്ത് ഇവിടെ കിടക്കാം, ഭൂമിയിൽ കിടക്കാം. രക്ഷ വ്യക്തിപരമാണ്, മനസ്സിലാക്കാതെ ഇരിക്കരുത്. ഹല്ലേലൂയ. സത്യം പറഞ്ഞു വരുമ്പോ ചിലർ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് അടുത്ത സ്വഭാവം. യാഥാർത്ഥ്യം കേട്ടാ പെട്ടെന്ന് ജഡം വെളിപ്പെട്ട് കോപത്തിലേക്ക് പോകുന്നു, ശാഠ്യത്തിലേക്ക് വന്നു, മത്സരത്തിലേക്ക് വന്നു, പിന്നെ തിന്മ പ്രവർത്തിക്കുക. തിന്മ പ്രവർത്തിച്ച അടി വേറെ വരുന്നു. ആമേൻ. ഹല്ലേലൂയ. വായിച്ച ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞു. കണ്ടോ? ആരെങ്ങനെ, നമ്മൾ എങ്ങനെ അറിഞ്ഞു? ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു നമുക്കിത് വെളിപ്പെടുത്തി തരുമ്പോൾ ഹല്ലേലൂയ നാം പിതാവിനുള്ളവരാണ് എന്നുള്ളത് നമ്മൾ അറിയുന്നു. എനിക്ക് ഈ ബോധ്യമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയുന്നത്. വിൻസെന്റ് മൈക്കിളാകുന്ന എനിക്ക് ഈ ബോധ്യമുണ്ട്. കാര്യം എന്നെ കർത്താവ് നടത്തുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന കുറെ കാര്യങ്ങൾ അസാധാരണമായി നടക്കുന്ന ദൈവപ്രവർത്തികളാണ്. അത് ദൈവം നടത്തിക്കൊണ്ട് പോകുന്ന ആ കരുതലും ഇടപെടലും ഞാൻ അനുഭവിച്ചറിയുന്നുണ്ട്. അതിന്റെ കാരണം പുത്രനാകുന്ന യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പിതാവിന്റെ സംസാരിക്കുകയും പുത്രൻ പിതാവിനുള്ളത് എനിക്ക് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തിയും തരുന്നുണ്ട്. ഇത് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, കർത്താവിന്റെ വരവിങ്കൽ എന്നെ ഇത്രത്തോളം നടത്തുന്ന ഈ ദൈവം, ഈ ഇത്രത്തോളം നടത്തുക എന്നൊക്കെ പറഞ്ഞ ചിലർ ചിന്തിക്കുന്നതിനാണെന്നറിയാമോ? ജോലി കിട്ടി, കടവാരം മാറി, മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണം, വലിയ വീട് വെക്കുക, വിദേശത്ത് മൈഗ്രേറ്റ് ചെയ്യുക, ഇതാണോ? ഇതൊന്നും അല്ല. ഇതൊക്കെ ഏതൊന്നും കിട്ടും. നീ ഒന്ന് നല്ലപോലെ പരിശ്രമിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ജഡത്തിൽ ലോകത്തിൽ ഈ മടിയൊക്കെ കളഞ്ഞിട്ട് മര്യാദയ്ക്ക് ചെയ്യേണ്ട കാര്യം ചെയ്താൽ ലോകത്തിൽ ഇതെല്ലാം കിട്ടും. പക്ഷെ ഈ എഴുതിയിരിക്കുന്ന സാധനം അങ്ങനെ ഒന്നും കിട്ടത്തില്ല. ഈ എഴുതിയിരിക്കുന്ന കാര്യം അങ്ങനെ ഒന്നും കിട്ടുന്നതല്ല. ആമേൻ. ഇവിടെ വായിക്കുന്ന എന്താണ്? അപ്പൊ നമുക്ക് എന്താ ക്രിസ്തു തരുന്നത്? രോഗസൗഖ്യമാണോ? പിന്നെ എന്നതാ? ഭൂതശാന്തിയാണോ? വിടുതലാണോ? പിന്നെ എങ്ങോട്ടാ? നിന്നെ വലിയവനാക്കും, അതാണോ? അല്ല. നമുക്ക് നൽകുന്നത് വചനമാണ് തരുന്നത്. കാര്യം പിതാവിലുള്ള ജീവന്റെ വചനം പരിശുദ്ധാത്മാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പുത്രൻ കൊടുക്കും. നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങൾക്ക് കർത്താവ് ഈ വചനം തന്നിട്ടുണ്ടോന്ന്? ഇത് പറയുമ്പോൾ നിങ്ങളിൽ ഭൂതാത്മാവ് ഉള്ളവരാണെങ്കിൽ പിശാച് അകത്തിരുന്നോണ്ട് പറയും, എടാ അവന് ഇവനൊക്കെ കിട്ടിയിട്ട് നിനക്ക് കിട്ടിയില്ലല്ലോ, കാരണം ദൈവം ദുഷ്ടനാന്ന് നിങ്ങളുടെ ഉള്ളിൽ പിശാച് പറയും. മനസ്സിലാകുന്നുണ്ടോ? അനേകർ ദൈവാത്മാവിലാണോ ദുഷ്ടാത്മാവിലാണോ എന്നൊക്കെ ശരിക്കും പരിശോധിച്ചോണം കേട്ടോ. സ്തോത്രം പറയാനും വെള്ളയിടാനൊക്കെ ആർക്കും പറ്റൂ. പക്ഷെ ദൈവകൃപ പ്രാപിച്ച് സ്വർഗത്തിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ വിളിക്കപ്പെടണം. ആമേൻ. വായിച്ചേ. അവരത് കൈക്കൊണ്ടു. വിശ്വസിച്ചിരിക്കുന്നു. കണ്ടോ? ഞാൻ അവർക്ക് വേണ്ടി. അപ്പൊ അത് ക്രിസ്തു ആർക്ക് വേണ്ടി അപേക്ഷിക്കുന്നത്? വിശുദ്ധർക്ക് വേണ്ടി മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തു അപേക്ഷിക്കുന്നത് പിതാവിന്റെ സന്നിധിയില്. അല്ലാതെ ആർക്കും വേണ്ടി കർത്താവ് ഇടം നിൽക്കുന്നില്ല. മനസ്സിലാക്കണം. ലോകത്തിൽ ഒരു ചിന്തയുണ്ട്, ക്രിസ്തു എല്ലാവരെയും അത് ഈ കത്തോലിക്ക സഭയാണ് ഇതുപോലെ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവര് കർത്താവ് അത് എന്നത് കാൽവിനിസ്റ്റ് ആ ചിന്താഗതിയാണ് ശരിക്കും പറഞ്ഞ് അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതായത് എല്ലാവരും സ്വർഗത്തിൽ പോകും, എല്ലാവരും രക്ഷ പ്രാപിക്കും, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള ആ ടീച്ചിങ് ആണ്. അതുണ്ടെങ്കിലേ കത്തോലിക്ക സഭ നിലനിൽക്കത്തുള്ളൂ. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചാൽ അന്ന് പൊളിയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അതിന്റെ പേര് കത്തോലിക്ക സഭ എന്നാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് സത്യവചനം ഒരിക്കലും ഇല്ല. വചനവിരുദ്ധമായ വിഗ്രഹാരാധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ല അതിനകത്ത് വലിച്ചു കയറ്റിക്കൊണ്ടായിരിക്കുന്നത്. മനസ്സിലാക്കണം. സത്യവചനം എന്താ പറയുന്നത്? പിതാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് പുത്രനായ യേശു ക്രിസ്തു ദൈവത്തിന്റെ വചനം കൊടുക്കുന്നു. അവർ തെരഞ്ഞെടുക്കപ്പെട്ടു. അവർക്ക് വേണ്ടിയാണ് പിതാവിന്റെ സന്നിധിയിൽ പുത്രൻ അപേക്ഷിക്കത്തുള്ളൂ. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ചവർക്ക് മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തുള്ളൂ.
മറ്റുള്ളവരെല്ലാം സ്വന്തം കയ്യിലെ കാശ് കൊണ്ട് ആളുടെ പൂർവികരുടെ സമ്പത്ത് കൊണ്ട് ലോകത്തിൽ എന്തെങ്കിലും നേടിയിട്ട് പുറത്ത് വലിയ ആർച്ചയില് വലിയ ദൈവവചനവും വലിയ നന്മകളുടെ കാര്യം എഴുതി വെച്ചാൽ അത് അടുത്ത ഉൽക്ക വീഴുമ്പോ പൊടിഞ്ഞു പോകുന്നേ ഉള്ളൂ. ദൈവമഹത്വം അങ്ങനെയൊന്നും തകർന്നു പോകുന്നതല്ല. ആളുടെ ദൈവം നിർമ്മിച്ചിരിക്കുന്നത് കൈപ്പണിയില്ലാത്ത നിത്യമായ ഒരു വാസസ്ഥലമാണ്. ആമേൻ. വായിച്ചാട്ടെ. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ആ ലോകത്തിന് വേണ്ടിയല്ല. സ്തോത്രം. ഇവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ വരണം. നമുക്ക് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യമുണ്ടല്ലോ, അതിന്റെ 8-ാം വാക്യം, പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. 8-ാം വാക്യം. 9-ാം വാക്യം, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ആ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മെ വീണ്ടെടുക്കേണ്ടതിന് പിതാവും പുത്രനും തമ്മിലുള്ള ഉടമ്പടി. നമ്മെ വീണ്ടെടുക്കേണ്ടതിന് പുത്രൻ ഭൂമിയിൽ ഇരുന്ന് പിതാവിന്റെ കയ്യിൽ നിന്ന് നമ്മളെ ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ട് പിതാവിന്റെ സന്നിധിയിൽ പുത്രനും പിതാവും തമ്മിലുള്ള ഉടമ്പടി. ശ്രദ്ധിക്കുക, ഉടമ്പടികൾ എത്രയാണെന്നറിയാവോ? കവണൻസ്. ആമേൻ. അപ്പോൾ പിതാവ് സ്വർഗത്തിൽ ഇരുന്ന ഉടമ്പടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വീണ്ടും വീണ്ടെടുക്കാൻ, അവരുടെ മേൽ സുരക്ഷിതമായ ദൈവികരം വെളിപ്പെടുവാൻ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് പുത്രൻ പ്രാർത്ഥിക്കുന്നു. അത് പുത്രൻ വെക്കുന്ന പിതാവിന്റെ സന്നിധിയിൽ വെച്ചിരിക്കുന്ന ഉടമ്പടിയാണ്. മനസ്സിലാകണം. നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ശ്രദ്ധിക്കണേ, നമുക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും യേശു കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മെ പിതാവിന്റെ കരത്തിൽ അല്ലെങ്കിൽ ഏൽപ്പിച്ച് നമ്മളെ തേജസ്സിലേക്ക് നടത്തുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന പുത്രനാണ്. പുത്രന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ, ഇന്നും അവശേഷിക്കുന്ന ഇരുട്ടുകൾ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ദിനംതോറും മാറ്റിക്കൊണ്ടിരിക്കുവാനാണ് ക്രിസ്തു, വളരെ പുത്രനാകുന്ന യേശു ക്രിസ്തു നമ്മളിൽ വാഴുകയും വസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം. അപ്പോൾ അത്രമേൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവിന് തുല്യമായിട്ട് ലോകത്തിൽ ഒരു ബന്ധവുമില്ല. ഒരു അമ്മയും മകനോ അമ്മയും മകളുമായിട്ടുള്ള ഒരു ബന്ധമോ ഒന്നും അല്ലെങ്കിൽ ഒരു അമ്മ, അതായത് പിതൃ അല്ലെ മാതൃ സ്നേഹമാണ് ലോകത്തിൽ കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം. അല്ലേ എല്ലായിടത്തും ക്ലെയിം ചെയ്യുന്നതാ. പക്ഷെ ആ സ്നേഹത്തിന് കഴിയാത്തതാ. എത്ര ഇപ്പൊ മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നേ അല്ലേ? എത്ര കുഞ്ഞുങ്ങളാ മാതാപിതാക്കന്മാരെ കൊന്നുകളയുന്നേ അല്ലേ? അപ്പൊ അതിന് കാരണം എന്നാ? അതിനൊക്കെ പരിധിയുണ്ട്. ആമേൻ. എത്രയോ കുഞ്ഞുങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പുറപ്പാട് ദിവസം വായിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇൻഫൻസിനെ, അതായത് കുഞ്ഞുങ്ങളെ അല്ലേ, എന്നെ ആദ്യാതന്മാരെ അല്ല അത് ബാധയല്ലേ ഞാൻ പറഞ്ഞു. മോശയുടെ കാലഘട്ടത്ത് ഒത്തിരി കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നുണ്ടല്ലോ. അതായത് സ്തോത്രം, അതിന് പറയുന്നതിന്റെ ഇൻഫൻസ് പോയി, എല്ലാം പോയി. ഹല്ലേലൂയ. കടിഞ്ഞൂലുകളെ കൊന്നു കളയുന്നുണ്ടല്ലോ. മനസ്സിലാകുന്നുണ്ടോ? അത് കടിഞ്ഞൂലുകളല്ല, അത് ഞാൻ പറഞ്ഞ കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നു. ജനിച്ച ഉടനെ ആ പുരുഷനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊന്നു കളയുന്ന അവസ്ഥ. അപ്പൊ ഞാൻ വന്ന കാരണം എന്നറിയോ? ഈ കുഞ്ഞുങ്ങളെല്ലാം ഗർഭപാത്രത്തിൽ നിന്ന് വന്ന ഉടനെ എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. ഇന്ന് നടക്കുന്ന അബോർഷൻ, ഇന്ന് ഞാൻ പലയിടത്തും നോക്കുമ്പോൾ പല ഹോസ്പിറ്റലുകളുടെയും പല കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിങ് പ്രവർത്തിക്കുന്നത് അബോർഷന്റെ ഒരു സ്റ്റേജാണ് നിൽക്കുന്നത്. അവർ ചെയ്യുന്ന തന്നെ മഹത്വകരമായ ശുശ്രൂഷ. ശരിക്കും ചെയ്യുന്ന തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു അല്ലേ? ഒരു ജീവനെ കൊടുക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. നിങ്ങൾ ഇവിടെ ഉണ്ടോ അതോ ചത്തുപോയോ? ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ഒരു ജീവനെ കൊടുക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ അധികാരമുള്ളൂ. ആ ജീവനെ എടുക്കാൻ, ആ കുഞ്ഞിന് ജീവിക്കാനുള്ള അധികാരം, ആളുടെ അവകാശം ലഭിക്കുന്നതിന് മുമ്പേ അവനെ, സ്തോത്രം, ആളുടെ ഗർഭത്തിൽ വെച്ച് തന്നെ നശിപ്പിച്ചു കളയുകയാണ്. പ്രതികരിക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ തന്നെ അതിനെ ഗർഭപാത്രത്തിൽ വെച്ച് കൊന്നുകളയുന്ന ഒരു കാലഘട്ടമാണ് ഇന്നുള്ള കാണുന്ന പല ശ്രേണികളും ഉന്നതമായി നിൽക്കുന്ന പല പ്രസ്ഥാനങ്ങളും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമിയുടെ മേല് ദൈവം കരുണയോടെ ഇടപെടുമെന്നാണോ വിചാരിക്കുന്നത്? ആണോ? ഇതിനെല്ലാം കണ്ടിട്ട് മുറ്റത്ത്, പല പ്രസ്ഥാനത്തിന്റെ മുറ്റത്ത് കൊണ്ടു വെച്ചിരിക്കുന്ന രൂപങ്ങളും വിഗ്രഹങ്ങളുടെ എല്ലാം സൗന്ദര്യം നോക്കിയാണോ ദൈവം ഇടപെടുന്നേ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി തന്നെയാ. മനസ്സിലാവുന്നുണ്ടോ? മടിയൊന്നും വേണ്ട. വായിച്ചേ. ഇഷ്ടപ്പെടുകയും
ആ ചെയ്തിരിക്കിയാൽ ദൈവമേ നിന്റെ ദൈവം ആ നിന്റെ കൂട്ടുകാരിൽ പരമായി ആ നിന്നെ ആ ആനന്ദതൈലം കൊണ്ട് ആ അഭിഷേകം ചെയ്തിരിക്കുന്നു. കണ്ടോ, ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അത് ഞാൻ അതിന്റെ 2-ാം വാക്യം 1:2. ആ ഈ അന്ത്യകാലത്ത് ആ പുത്രൻ മുഖാന്തരം ആ നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവരെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. ആ അവൻ മുഖാന്തരം ആ. ലോകത്തെയും ഉണ്ടാക്കി. കണ്ടോ, അപ്പോൾ ശ്രദ്ധിക്കണം, അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. അവിടെ വായിക്കുന്നത് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അടുത്തത് അവൻ അവന്റെ ആ. തേജസ്സിന്റെ പ്രഭയും പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ ആ മുദ്രയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും ആ ആ ശക്തിയിലുള്ള ആ വചനത്താൽ സകലത്തെയും തന്റെ ശക്തിയുള്ള കണ്ണട എടുത്ത് ഗ്രോമിലേക്ക് വല്ല അയച്ചു വിടണം. ഇനി ആ വായിച്ച് തന്റെ ശക്തിയുള്ള വചനത്താൽ ആ ആ ആ ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ആ ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ ആ. മഹിമയുടെ വലത്തുഭാഗത്ത് ആ ഇരിക്കുകയും ഇവിടെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാ ചെയ്തേ ശ്രദ്ധിക്കണം. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തിനും തന്റെ ശക്തിയുള്ള വചനങ്ങളാൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ ആ മഹിമയുടെ വലത്തുഭാഗത്ത് ആ ഇരിക്കുകയും ആ അവൻ ഈ അവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നത് ആരാ കണ്ടേ? സ്തേഫാനോസ്. സ്തോത്രം. കണ്ടോ, അപ്പോൾ അത് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കും. അപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? അവൻ സർവശക്തനാണ്, അതുപോലെ സർവശക്തിയുള്ള വചനത്താൽ സകലത്തെ വഹിക്കുന്നവനാണ്, അവൻ പിതാവായ ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്രയാണ് പുത്രനാകുന്ന ക്രിസ്തു. ഇതൊക്കെ ശരിയാണ്. എനിക്കെന്നാ ഗുണം? എനിക്കെന്നാ ഗുണം? അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം കണ്ടോ, ആകുക കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം. അപ്പൊ സകലതും ക്രിസ്തുവിന് കീഴടങ്ങി. പാപത്തിന് പരിഹാരം വരുത്തിയിട്ടാണ് അവൻ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത്. മനസ്സിലാവുന്നത്? സ്വർഗത്തിൽ നമുക്ക് ആരാണുള്ളത്? നമ്മുടെ കർത്താവായ യേശു കർത്താവ് നമുക്ക് ഉള്ളത്. ആമേൻ. അവൻ ആദ്യ ജാതനാണ്. നമ്മളെ സ്തോത്രം ഹല്ലേലൂയ മക്കൾ എന്ന അവകാശമാണ് സ്വർഗീയ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ. മക്കൾ എന്ന അവകാശം. അതുകൊണ്ട് ക്രിസ്തുവിനെ സഹോദരൻ, ശ്രേഷ്ഠ സഹോദരൻ എന്ന് വിളിക്കുവാനുള്ള പദവിയാണ് ഹല്ലേലൂയ നമുക്ക് സ്വർഗീയ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവൻ നമ്മെ നേടേണ്ടതിന് ദൈവപുത്രൻ ആദിജാതനാകുന്ന ക്രിസ്തു ലോകത്തിൽ വന്നു. അവന്റെ ശരീരയാഗം നിമിത്തം നമുക്ക് പാപത്തിന് പരിഹാരം വരുത്തി. അങ്ങനെ പാപത്തിൽ നിന്ന് മോചനം വന്ന് നമ്മെ ഓരോരുത്തരെയും പുത്രനാകുന്ന യേശു ക്രിസ്തു തേജസ്സിലേക്ക് നടത്തി. അങ്ങനെ തേജസ്സിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അളലെ ക്രിസ്തുവിനെ അളലെ ശ്രേഷ്ഠ സഹോദരൻ നിന്നോ അളലെ അവനെ അയച്ച പിതാവിനെ സ്വർഗീയ പിതാവെന്ന് വിളിക്കുവാൻ തക്കവണ്ണം മക്കൾ എന്ന അവകാശമാണ് രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും സ്വർഗത്തിലെ പിതാവ് കൊടുത്തിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ആ അത്രത്തോളം വലിയ പദവിയും മഹത്വവും നമുക്ക് സ്വർഗത്തിലെ പിതാവ് നൽകുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. അവിടെ അതിന്റെ അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അവിടെ 4-ാം വാക്യം, അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ ആ നാമത്തിന് ആ അവകാശിയായതിനൊത്തവണ്ണം ആ അവരെക്കാൾ ആ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ശ്രദ്ധിക്കണം, പുത്രനാകുന്ന യേശു ക്രിസ്തു സകല ദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായി തീരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിലൂടെ പാപത്തിന് പരിഹാരം വരുത്തി അവൻ പിതാവിന്റെ സന്നിധിയിൽ ചെന്ന് പിതാവിന്റെ വലതുഭാഗത്തിരുന്നു. ആമേൻ. പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രധാന കാര്യമാണ്, സ്വർഗത്തിൽ നോക്കി ഭൂമിയിൽ നോക്കി, ഭൂമിക്ക് കീഴെ നോക്കി, അവിടെയൊന്നും ഒരു കാര്യത്തിന് വേണ്ടി ആരെയും കണ്ടില്ല. ആരാ? അതിന്റെ 5-ാം അധ്യായം തന്നെ വായിക്കുന്ന വെളിപ്പാട് പുസ്തകം. ഹല്ലേലൂയ. 5-ാം അധ്യായം വായിച്ചേ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് ആ ആ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. ശക്തനായ ഒരു ദൂതനെയും കണ്ടു. ആ പുസ്തകം തുറക്കുവാനോ
ആ നോക്കുവാനോ ആ സ്വർഗ്ഗത്തിലും ഭൂമിയിലും ആ ഭൂമിക്ക് കീഴിലും ആ ആർക്കും കഴിയില്ല. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ സ്വർഗത്തിലെ ഒരു രംഗമാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന് ദൈവം കാണിച്ചു കൊടുക്കുന്നത്. യോഹന്നാൻ ഇത് നേരെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, ദൈവം പ്രദർശിപ്പിച്ചത്, ദൈവം തന്നെ ക്രിസ്തു തന്നെ ദൂതൻ മുഖാന്തരം പ്രദർശിപ്പിച്ചത് യോഹന്നാൻ കണ്ടു, യോഹന്നാൻ നേരിട്ട് കണ്ടു. എന്നാൽ ഈ കാര്യം ആത്മാവിൽ പൗലോസ് അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ വായിച്ച സ്തോത്രം 3-ാം വാക്യത്തിന്റെ അകത്ത് വായിക്കുന്നത്. വെളിപ്പാട് ദിവസം മാറ്റണ്ട, അവിടെ വായിക്കുന്നത് അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തിനും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശമാകേണ്ടതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അപ്പൊ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി കർത്താവായ യേശു ക്രിസ്തു തീർന്നു, അവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് അങ്ങനെയാണോ എന്നുള്ളതിന് ചോദ്യമോ ഉത്തരവോ അല്ല. യോഹന്നാനെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. അവൻ ദൂതന്മാരെക്കാൾ ഉന്നതനാണെന്ന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന രംഗമാണ് അവിടെ കാണുന്നത്. കാര്യം പിതാവിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോയ പുത്രനാകുന്ന യേശു കർത്താവ് സകലത്തെ ജയിച്ചു മടങ്ങി വന്ന് പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുമ്പോൾ സകലർക്കും പിതാവായ ദൈവം ഔദാര്യത്തോടെ തന്റെ നീതിയോടെ സർവശക്തിയോടെ സകല സൃഷ്ടിയോടും പറയുകയാണ്, ആരെങ്കിലും സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ആരെങ്കിലും യോഗ്യത നേടിയവരുണ്ടെങ്കിൽ ഇവിടെ കടന്നു വരാം, എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം മേടിക്കുകയും അതിന്റെ അകത്ത് എഴുതി വയ്ക്കുന്ന ന്യായവിധികൾ വായിക്കുകയും മുദ്രകളെ പൊട്ടിക്കുകയും ചെയ്യുവാനായിട്ട് കഴിവുള്ള ആർക്കും കടന്നു വരാമെന്നുള്ള വലിയ പ്രഖ്യാപനം, വിളംബരമാണ് സ്വർഗത്തിൽ നടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട, മാറി നിൽക്കട, ഇങ്ങോട്ടൊന്നും പോന്നേക്കരുത്, നീ ഇങ്ങോട്ട് അടുക്കണ്ട, ഈ കളറിലുള്ള പറ്റത്തില്ല, ഈ ഭാഷയിലുള്ള പറ്റത്തില്ല, ഈ രാജ്യക്കാർ വന്നേക്കരുത്, നിനക്ക് ഇംഗ്ലീഷ് അറിയാവോ മലയാളം അറിയാവോ, ഈ വക പരിപാടിയൊന്നും ഇല്ലാത്തൊരു ഇടമുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വർഗം മാത്രമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരുവിധമായ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരു രാജ്യമാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിത്യ രാജ്യം എന്ന് പറയുന്നത്. ആമേൻ. അപ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യം കേട്ടോ, അത് വായിച്ചേ. വെളിപ്പാട് ദിവസം നമ്മൾ വായിച്ച 5-ാം അധ്യായം വായിച്ചേ. പുസ്തകം തുറന്നു വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണാൻ. ആ പുസ്തകത്തിൽ തുറക്കുവാനോ, 2-ാം വാക്യം വായിച്ചേ. ആ പുസ്തകത്തിൽ മയക്കം വിട്ടിട്ടില്ലല്ലോ, വായിച്ചേ. പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ദൂതനെ കണ്ടു. കണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എന്താണ് സ്വർഗത്തിൽ? ആത്മശരീരം, തേജസ്സുള്ള ശരീരമാണ് സ്വർഗത്തിൽ, അല്ലെ? ഭൂമിയിൽ മണ്ണുകൊണ്ടുള്ള ശരീരം മൺമയമായിരിക്കുകയാണ്. ഭൂമിക്ക് കീഴെ പാതാളത്തിൽ തേജസ്സില്ലാത്ത ഹല്ലേലൂയ സ്തോത്രം ശരീരമുള്ളവർ എവിടെ കിടക്കുകയാണ്? ഹല്ലേലൂയ. തേജസ്സില്ലാത്ത ആത്മശരീരത്തോടുകൂടെ നരകത്തിൽ കിടക്കുകയാണ് പാപികള്. ഈ 3 നോക്കുക. അപ്പോൾ തൊട്ട് അവിടെ സ്വർഗത്തിൽ ദൂതന്മാരുണ്ട്. സ്വർഗത്തിൽ നിന്ന് തോളിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ 2-ാം സ്വർഗമാകുന്ന മേഘമണ്ഡലത്തിൽ അല്ലെങ്കിൽ നക്ഷത്രമണ്ഡലത്തിൽ ആര് കിടക്കുക? മറ്റവൻ കിടക്കുക. മേളിൽ നിന്ന് അടി കൊണ്ടിറങ്ങി ഊപ്പാട് ഒന്നാം കിടക്കുക. ആരാണ്? സാത്താൻ, അല്ലേ? അവൻ അവിടെ കിടപ്പുണ്ട്. ഞാൻ ഈ സാത്താനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന പട്ടി കൂട്ടിൽ ചാടിപ്പോയിട്ട് പിന്നെ നമ്മൾ ആ കൂട്ടിൽ വേറൊരു പട്ടിയെ വളർത്തി കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും പണ്ടിരുന്ന ചാടിപ്പോയ പട്ടി വന്ന് റോട്ടിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? വന്നു കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ അല്ല കാര്യമല്ലെങ്കിലും ഇവിടെ വളർത്തുന്ന പട്ടിക്ക് നേരെ കുറയ്ക്കാൻ വരില്ലേ? ഇതുപോലെ ഒരു അക്കിടിയാണ് ആർക്ക് പറ്റിയത്? സാത്താന് പറ്റിയത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനങ്ങ് അപമാനിച്ച് വിടുക. വായിച്ചേ, അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. യോഗ്യൻ ആരുള്ളൂ എന്ന് കണ്ടോ? ആ ദൂതൻ അത്യുച്ചത്തിൽ അത് ഘോഷിക്കുമ്പോഴേ, പണ്ട് ഇയ്യോബിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യുന്നവൻ അവിടെ കണ്ടില്ലല്ലോ. എന്തിയാ പുസ്തകം മേടിക്കാതിരുന്നേ? സാത്താൻ എന്തുകൊണ്ടാ പിതാവിന്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം മേടിക്കാതിരുന്നതാ? അപ്പം എന്താ പറയണ്ട, നീ കല്ല് അപ്പമായി തീരാനും ദൈവാലയത്തിന് മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് താഴോട്ട് ചാടിക്കോ, ദൂതന്മാരെല്ലാം കാത്തോളൂ എന്ന് പറയാനും ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല മഹത്വങ്ങളും ഭൂമിയിലെ സകല മഹത്വങ്ങളും കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം ഞാൻ നിനക്ക് തരാമെന്നൊക്കെ പറഞ്ഞവൻ അവിടെ കണ്ടില്ലല്ലോ. അതെന്നാ പറ്റി? ഭയങ്കര കഴിവുള്ളവനല്ലേ?
രാജ്യങ്ങളെ താഴ്ത്തിക്കളയുന്നവനല്ലേ? രാജാക്കന്മാരെ സിംഹാസനത്തെ എഴുന്നേൽപ്പിക്കുന്നവനല്ലേ? അവനെ എന്താ അവിടെ കാണാതിരുന്നേ? അല്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞ് അപമാനിച്ചു വിടുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ലേ? ഹല്ലേലൂയ. അത്രയൊക്കെ ഉള്ളൂ. അവൻ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് കളിക്കാനും ഹല്ലേലൂയ ദൈവമക്കളെ പ്രയാസപ്പെടുത്താനും രക്ഷിക്കപ്പെടാതെ വണ്ണം ഹൃദയങ്ങളെ കുരുടാക്കാനൊക്കെ അവന് പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പുസ്തകം മേടിക്കാനുള്ള ചക്രിയൊന്നും ആർക്കില്ല, അവനില്ല. അവൻ എപ്പോഴും അവിടെ കിടന്നുകൊണ്ട് കുറ്റം പറയാനേ പറ്റത്തുള്ളൂ. കുറ്റം പറച്ചില്ല, ഒന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ വരും, മനുഷ്യരുടെ കുറ്റം പറഞ്ഞ് സ്വർഗത്തിലും ചെല്ലും, അല്ലേ? വിശുദ്ധന്മാരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ എന്നും ചെന്ന് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് രാവിലെ അവിടെ ചെന്ന് കാണും, അല്ലേ? മനസ്സിലാക്കണം, ആ കുറ്റം പറച്ചിൽ കൊണ്ടൊന്നും ഇത് നേടാൻ കഴിയത്തില്ല. ഇത് പാപത്തെയും മരണത്തെയും ഹല്ലേലൂയ തീപ്പൊയ്യിൽ തള്ളിയിടുവാൻ തക്കവണ്ണം മരണത്തിനും പാതാളത്തിനും പാപത്തിനും പരിഹാരം വരുത്തേണ്ടതിന് കാൽവറിയിൽ ദൈവരൂപത്തിലിരുന്ന പുത്രനാകുന്ന ക്രിസ്തു മനുഷ്യരൂപത്തിൽ ജഡത്തിൽ വെളിപ്പെട്ട് കാൽവറിയിൽ തകർക്കപ്പെട്ടു. അവന് മാത്രമാണ് പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുവാനും സിംഹാസനത്തിൽ ഇരിക്കുവാനും അതിന്റെ പുസ്തകം വാങ്ങിക്കുവാനും അതിന്റെ മുദ്രകളെ പൊട്ടിക്കുവാനും തക്കവണ്ണം യേശു ക്രിസ്തു മാത്രമാണ് യോഗ്യൻ. മറ്റു മതങ്ങളിലൊക്കെ നോക്കുമ്പോഴേ സ്വർഗത്തിൽ എവിടെയെങ്ങാണ്ട് ഇങ്ങനെ ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചൊക്കെയാണ് ചിലരൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചു വരുന്നത്. ഇങ്ങോട്ട് വന്നേക്കരുത്, നമ്മൾ പറയുന്നത് അങ്ങോട്ട് മാറി നിന്നോണം, ഇങ്ങോട്ട് അടുത്തേക്കരുത്, പറഞ്ഞേക്കരുത്, കേട്ടേക്കരുത്, ഞങ്ങൾ ഇങ്ങോട്ട് ഇടപെടി, ഞാൻ വല്ല പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ മതി. ഇങ്ങനെയല്ല ദൈവവചനം വെളിപ്പെടുത്തുന്ന സ്വർഗത്തിലെ സ്വർഗീയ പിതാവിന്റെ സൽഗുണം. പുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഹല്ലേലൂയ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവകാശം നൽകുന്ന ഒരു പിതാവാണ് സ്വർഗത്തിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു പക്ഷേ ഭൂമിയിലൊന്നും അത് നമ്മൾ ആരും ആസ്വദിക്കാത്ത ഇത്ര പ്രഗത്ഭമായ ഒരു അനുഭവം തന്നെയാണ് ദൈവമക്കളായിരിക്കുവാൻ തക്കവണ്ണം നമ്മെ രൂപാന്തര ശരീരത്തോടു കൂടെ തേജസ് പകർന്ന് നമ്മളെ സ്വർഗത്തിലിരുത്തുന്ന ഒരു പിതാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പണ്ട് പറഞ്ഞ പോലെ ഹല്ലേലൂയ സ്തോത്രം, മക്കൾക്ക് ഒരു കോഴിക്കൂട് പോലും സമ്പാദിച്ചു വെക്കാതെ ചാകുന്ന മാതാപിതാക്കന്മാരുണ്ട്, അല്ലേ? 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 അങ്ങനെയുണ്ട്. അവരൊക്കെ എങ്ങനെയാ ഇത് മനസ്സിലാക്കുന്നേ? ഭൂമിയിലുള്ള മാതാപിതാക്കന്മാരെ നോക്കിക്കൊണ്ട് സ്വർഗത്തെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പന്റെ അമ്മയുടെ സ്നേഹം കണ്ടോണ്ട് ഒരിക്കലും സ്വർഗത്തിലെ പിതാവിനെ കാണാൻ പറ്റത്തില്ല. അതിന് പരിധിയുണ്ട്. നിത്യനായ ദൈവത്തെ നിനക്ക് വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനെ സ്വർഗം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവകരത്തിൽ ഇരിക്കാത്ത ഒരുവന് സ്വർഗത്തെ കുറിച്ചോ പിതാവിനെ കുറിച്ചോ ഹല്ലേലൂയ പുത്രനെ കുറിച്ചോ ഒരിക്കലും വെളിപ്പെടുകയില്ല. അഭിഷേകമില്ലാതെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാതെ ഒരുവൻ എത്ര വായ കയറി പ്രസംഗിച്ചാലും ശരി, അതൊക്കെ വെള്ളത്തിന് മീതെ വരയ്ക്കുന്ന വര മാത്രമേ ഉള്ളൂ. ആമേൻ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ദൂതനെയും കണ്ടു. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. അടുത്തത് പുസ്തകം തുറന്നു വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക ഞാൻ ഏറെ കഴിഞ്ഞു. കണ്ടോ? യോഗ്യനായ ആരെയും കാണായിക കൊണ്ട്, അങ്ങനെ തന്നെ വായിക്കണം കേട്ടോ. കാണായിക കൊണ്ട് കണ്ടോ, ഞാൻ ഏറ്റവും കരഞ്ഞു. അടുത്തത് അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് ശ്രദ്ധിക്കണം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഹല്ലേലൂയ അവനെ സ്വർഗത്തിലെ ദൈവം മുദ്ര വെച്ചിരിക്കുന്ന തന്റെ ആത്മാവിനാലാണെങ്കിൽ ഹല്ലേലൂയ ഭൂമിയിലുള്ള സകല ദുർഭൂത ശക്തി അവനെ കണ്ട് ഭയപ്പെട്ടിരിക്കും. കാരണം എന്നാ? നാം സേവിക്കുന്ന കർത്താവ് സ്വർഗത്തിൽ ഹല്ലേലൂയ പിതാവിന്റെ കരത്തിലിരിക്കുന്ന പുസ്തകം മേടിച്ച് അതിന്റെ മുദ്രകളെ പൊട്ടിച്ച് ഹല്ലേലൂയ ഭൂമിയുടെ മേൽ ന്യായവിധിക്കായിട്ട് യോഗ്യത നേടിയ ഒരുവൻ സ്വർഗത്തിലുണ്ട്. അവനെ സേവിക്കുന്നവർ ഈ ഭൂമിയിൽ ആരായിരുന്നാലും അവരെ ഭയപ്പെടണം, ബഹുമാനിച്ചേ മതിയാകത്തുള്ളൂ, അല്ലേ? ഹല്ലേലൂയ. നമുക്കൊരു ഭാഗം നമുക്ക് ഇതിന്റെ കൂടെ എടുക്കാം, മാറണ്ട. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. 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 ഓ
ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ ആമേൻ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 13, 14, 15 വായിച്ചേ. 19-ന്റെ 13, 14, 15. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാർ ആയിരുന്നു. ദുരാത്മാവ് അവരോട് ശ്രദ്ധിക്കണേ, യേശുവിനെ ഞാൻ കാരണം അത് എപ്പോഴാ അറിഞ്ഞേ? ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാ അറിഞ്ഞേ? അപ്പോൾ സ്വർഗത്തിൽ പുത്രനാകുന്ന യേശുക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നത് ആത്മമണ്ഡലം മുഴുവനും വാർത്തയായ വിഷയമാണല്ലോ, അല്ലേ? ആത്മമണ്ഡലം, പൈശാചിക മണ്ഡലം, ദുർഭൂതങ്ങളുടെ മേഖലകൾ, സാത്താന്യ ശക്തികൾ, അധികാരങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിലെ ലോകാധിപതികൾ, ഇവരുടെ ഇടയിൽ യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുവാൻ തക്കവണ്ണം ജയം നേടിയിരിക്കുന്നു. ആ വലിയ വാർത്ത എവിടെ എത്തി? എല്ലായിടത്തും എത്തി. മനുഷ്യർ മാത്രം അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്നും പാപത്തിൽ കിടക്കുന്ന മനുഷ്യർ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ പ്രകൃതി അറിഞ്ഞു, സകല പൈശാചിക മണ്ഡലങ്ങളും അറിഞ്ഞിരിക്കുന്നു. പ്രകൃതി യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് ഒരുങ്ങുന്നു. പൈശാചിക മണ്ഡലങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുന്നു. അവരെ പൈശാചിക ഭൂമിയിലെ സകല ദുർഭൂതങ്ങളും ഭൂതങ്ങളും ദുരാത്മാക്കളെയെല്ലാം വാഴുന്ന സാത്താൻ സ്വർഗത്തിൽ നിന്ന് വരാൻ പോവുകയാണ്. എവിടെ? ഭൂമിയിലേക്ക്. ഇവിടെ ഭൂമിയിലിരിക്കുന്ന പാപമനുഷ്യൻ മാത്രമാണ് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ദൈവം ഇല്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ മൂക്കിലെ ശ്വാസം നിന്ന് കഴിയുമ്പോൾ പിന്നെ നീ പറയണം ദൈവം ഇല്ലെന്ന്. ഹല്ലേലൂയ. നിരീശ്വരവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം ഇല്ലെന്ന്. ഒരു കുഴപ്പമില്ല. മൂക്കിൽ അവസാനത്തെ ശ്വാസം വിട്ടു കഴിഞ്ഞ് നീ ശാന്തമായിട്ട് എല്ലാവരുടെ ഇടയിൽ നിന്ന് പോകുമല്ലോ. പിന്നീടുള്ള കാലമെല്ലാം നിത്യതയോളം നീ ശാന്തമായിട്ട് വായ അടച്ച് മൗനമായിട്ടിരുന്നാ മതി. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. വായിച്ചേ. അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്. അവിടെ വായിക്കുന്ന സ്ഥലം യേശുവിനെ, സ്തോത്രം, അവിടെ വായിക്കുന്നതാണ് യേശുവിനെ ഞാൻ അറിയുന്നു. അടുത്തത് എങ്ങനെയാ പൗലോസിന്റെ പരിചയം? ഞാനൊരു കാര്യം പറയാം. ഈ ക്രിസ്തു മുഖാന്തരം തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന ഒരു ദൈവ പൈതൽ ഏത് ദേശത്തായിരുന്നാലും ആ ദൈവ പൈതലിൽ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനെ അല്ല പൈശാചിക മണ്ഡലമാകുന്ന ദുർഭൂതങ്ങൾ കണ്ടോണ്ടായിരിക്കുന്നത്. പറ്റുമോ? അവന് നേരെ മന്ത്രവാദം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ ഇരിക്കുക. അവനെ ബന്ധിക്കാൻ പൈശാചിക മന്ത്രക്രിയകൾക്ക് സാധിക്കത്തില്ല. മനസ്സിലാവുന്ന കാരണം അവന് ക്രിസ്തു ഇരിക്കുക, പരിശുദ്ധാത്മാവ് ഇരിക്കുക. പരിശുദ്ധാത്മാവ് വസിക്കുന്ന വ്യക്തിയെ വളരെ പൈശാചിക ശക്തികൾ ബന്ധിക്കുവാൻ നോക്കിയാൽ നടക്കത്തില്ലെന്ന് തിരുവെഴുത്തിൽ തന്നെ പറഞ്ഞേക്കുന്നു. എന്താണ്? ഹല്ലേലൂയ. എന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. പൗലോസിന് എനിക്ക് പരിചയമുണ്ട്. അപ്പോ ഹല്ലേലൂയ. ഇതിനൊക്കെ കാരണം എന്താ? ഇവിടെ കുറെ പേര് രക്ഷിക്കപ്പെടാതെ, സ്നാനപ്പെടാതെ, അഭിഷേകം പ്രാപിക്കാതെ, വേർപെടാതെ ഹല്ലേലൂയ ഇവിടെ കൺവെൻഷനും വിടുതൽ ശുശ്രൂഷയും കാണിച്ചുകൊണ്ട് നടന്നു. അവന്റെ തലയിൽ കയറുന്നതിന്റെ പേരാണ് ഈ പറയുന്നത്. രക്ഷിക്കപ്പെടാതെ അഭിഷേകം പ്രാപിക്കാതെ, വേർപെടാതെ, സത്യവചനം അനുസരിക്കാതെ ഭയങ്കര ഉണർവ് യോഗവും വിടുതൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ തലയുടെ മേൽ കയറി വരാൻ പിശാചുണ്ടെന്ന് മനസ്സിലാക്കിക്കണം. പിടികിട്ടിയോ? ഇവിടെ മനസ്സിലാക്കണം, മറ്റേത് നാമത്തിലും ഇതിനെ ശാസിക്കാം. യേശുക്രിസ്തുവിന്റെ നാമം പറഞ്ഞപ്പോഴാണ് വിഷയമായത്. രക്ഷിക്കപ്പെടാത്തവൻ യേശുക്രിസ്തുവിന്റെ നാമം ഒന്ന് പറഞ്ഞു നോക്കപ്പോ അറിയാം വിഷയം എന്നാന്ന്.
ചിലരൊക്കെ പറയുന്നു അങ്ങനെ രക്ഷിക്കപ്പെടാമെന്ന് യേശുവിന്റെ നാമം പറഞ്ഞാൽ നടക്കുന്നു. ഒന്നും നടക്കൂല, വിഷയം വഷളാവുള്ളൂ. ആമേൻ. വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ. ഈ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് തന്നോണ്ടാണ് അങ്ങോട്ട് പോയത്. അവരോട് അറിയുന്നു ആര് എന്ന് ചോദിച്ചു അല്ലേ? സ്തോത്രം. അപ്പൊ അടുത്ത എന്ത് സംഭവിച്ചു? ആ ആ ആ ആ. ഞാനൊരു കാര്യം, നഗ്നരും മുറിവേറ്റവരുമായിട്ട് രക്ഷിക്കപ്പെടാത്തവർ മാത്രമേ ഓടത്തുള്ളൂ. മനസ്സിലായോ? രക്ഷിക്കപ്പെടാത്തവൻ മാത്രമാ നഗ്നരായും മുറിവേറ്റനുമായിട്ട് ഓടത്തുള്ളൂ. അവർ ചെയ്ത പരിപാടി യേശുവിന്റെ നാമം കയറി പറഞ്ഞു അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവ് അറിയുന്നുണ്ട്, സ്വർഗത്തിൽ പുത്രനാകുന്ന യേശു ക്രിസ്തു ജയമെടുത്തിരിക്കുന്നു, ജയം നേടിയിരിക്കുന്നു അല്ലേ? മരണത്തെ പാതാളത്തെ എല്ലാം ജയിച്ചവനാകുന്ന കർത്താവ് യേശു ക്രിസ്തു. അങ്ങനെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ നമ്മൾ വായിച്ച എബ്രായ ലേഖനത്തിന്റെ അകത്ത് വെളിപ്പെടുത്തുന്ന അസ്വത അനേക സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നവൻ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനായി തീർന്നു. നമുക്ക് വേണ്ടി യേശു കർത്താവ് കഷ്ടം സഹിച്ചു. അത് നിമിത്തമാണ് നമ്മൾ ഇന്ന് പ്രാപിക്കുന്ന തേജസ് എന്ന് പറയുന്നത്. ക്രിസ്തു കാൽവറിയിൽ കഷ്ടം സഹിച്ചത് അവൻ സമ്പാദിച്ച തേജസ്സാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. മനസ്സിലാവുന്നു? ആ തേജസ് നമ്മളിൽ വന്നു. ആ തേജസ്സിൽ നമ്മൾ നടന്നാൽ ഒരു കാര്യം ഉറപ്പാ, സ്വന്തം മനുഷ്യൻ ഒരു പക്ഷെ നിന്നെ നിന്ദിച്ചാലോ, പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ കണ്ടിട്ട് പറയും ഞാൻ അവനെ അറിയുന്നു, കാര്യം അവനിൽ ഇരിക്കുന്ന ഒരു തേജസ് ഉണ്ട്. അതുകൊണ്ട് സ്വന്തം മനസ്സിലാക്കേണ്ട, ഒരു ദൈവവൈതലിന് നേരെ മന്ത്രവാദമോ ക്ഷുദ്രപ്രയോഗമോ ചെയ്ത അയക്കുന്ന ദുർഭൂത ശക്തി വന്ന് വീടിന്റെ ഗേറ്റിന്റെ അപ്പുറത്തേ നിൽക്കത്തുള്ളൂ, ഇങ്ങോട്ട് കയറത്തില്ല. പിടികിട്ടിയോ? അവിടെ ദൈവത്താൽ ഒരു വേലിക്കെട്ട് അവിടെ ഉണ്ട്, അതിന്റെ അകത്തേക്ക് കയറാൻ അവന് അനുവാദമില്ല. കാര്യം അവിടെ സ്വർഗത്തിന്റെ സീലടിച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിന്റെ ദൂതന്മാരവിടെ കാവല. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതൊന്ന് ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടവരാണ്. കാരണം എന്താണെന്ന് പൈശാചികളെ ചോദിക്കുക. അതെന്താന്ന് ചോദിച്ചാൽ, ഉയരത്തിൽ പിതാവിന്റെ ഏകജാതന പുത്രനാകുന്ന യേശു ക്രിസ്തു കാൽവറി ഇന്ന് 2000 വർഷം മുമ്പ് തകർക്കപ്പെട്ട് ഇന്ന് പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് അവൻ ഇവർക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ആഭിചാരത്തെയും മന്ത്രവാദത്തെയും പേടിക്കേണ്ട, അതൊന്നും ഫലിക്കത്തില്ല. അത് ഫലിക്കും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവന്റെ എല്ലാം ജീവിതത്തിൽ ഫലിക്കും. രക്ഷിക്കപ്പെട്ട ഒരുവന്റെ ജീവിതത്തിൽ ആ ശക്തി തോടത്തില്ലെന്ന് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ വായിച്ച യോഹന്നാൻ അപ്പോസ്തലൻ വീണ്ടും ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ തന്നെ മഹാപുരോഹിത പ്രാർത്ഥനയ്ക്കകത്ത് വളരെ ശക്തമായി ഉദ്ധരിച്ച 2-3 കാര്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു വന്നത് 17-ാം അധ്യായം അതിന്റെ 14-15 വായിച്ചേ. 17-ന്റെ യോഹന്നാന്റെ സുവിശേഷം 17-ന്റെ 14-15. അപ്പൊ നമുക്ക് ലഭിച്ചത് എന്താണ്? വചനം. ആമേൻ. ഇത് നമ്മൾ ആത്മാവിൽ നമ്മൾ പ്രാപിച്ചു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനം പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ എഴുതിയത് കൊണ്ടാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ ഇത് വരത്തില്ല. കാര്യം സത്യവചനമാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനാണ് സംഭവിക്കുന്നത്. അടുത്തത് ശ്രദ്ധിച്ചേ. കണ്ടോ? നമ്മെ അവിടെ ശ്രദ്ധിക്കണം. നമ്മളിൽ പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്ത് നമ്മളിൽ വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോകക്കാരാകരുത്. ലോകരായിരിക്കുന്ന ഒരുവനിൽ ഒരിക്കലും വചനം വെളിപ്പെടത്തില്ല. അനേകർ സ്റ്റേജിൽ കയറുന്നിട്ട് ഈ വചനം വരാതെ ആളലിയാസത് വീട്ടിലെ കാര്യവും മക്കളുടെ കാര്യവും കുടുംബകാര്യവും അസോസിയേഷന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് പാസ്റ്റർ ആയിരിക്കും, വരാത്തിന് കാരണം ലോകം വിട്ടിട്ടില്ല. അടുത്ത് വായിച്ചേ. ശ്രദ്ധിക്കണേ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നമ്മെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല പുത്രനാകുന്ന യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്താണ്? ആരാ ഈ ദുഷ്ടൻ? ആരാണ് ഈ ദുഷ്ടൻ? വായിച്ചോ. കണ്ടോ? അപ്പൊ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളണമെന്ന് ഹല്ലേലൂയ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദുഷ്ടനാകുന്ന പിശാചിന്റെ കയ്യിൽ നമ്മൾ ഒരിക്കലും ചെന്ന് വീഴാൻ ക്രിസ്തു അനുവദിക്കത്തില്ല.
മനസ്സിലാക്കണം. അപ്പോൾ കർത്താവ് അനുവദിക്കത്തില്ലെന്ന് മാത്രമല്ല, കർത്താവിന്റെ സന്നിധിയിൽ അപ്പൊ ചോദിക്കുന്നത്. അപ്പൊ കർത്താവ് സൂക്ഷിച്ച് ആരും ചോദിക്കില്ലല്ലോ. അങ്ങനെയല്ല. നമ്മളുടെ വിഷയത്തിൽ ചോദിക്കുന്ന ഒരുത്തർ അവിടെ കിടപ്പുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു, അല്ലേ? അളലിയ നാണമില്ലാതെ കിടക്കുന്ന ഒരുത്തരുണ്ട്, സാത്താൻ. ആമേൻ. അവൻ ഈ പറയുന്ന പുസ്തകം മേടിപ്പാനോ പിതാവിന്റെ കയ്യിൽ നിന്ന് അതിന്റെ മുദ്രകളെ പൊട്ടിക്കാനൊന്നുള്ള അധികാരമൊന്നും അവനില്ല. കുറ്റം പറയാൻ മാത്രമാണ് ചിലർക്ക് ശക്തിയുള്ളൂ. മനസ്സിലാക്കണം. സാത്താൻ അങ്ങനെയുള്ളവനാ. കുറ്റം, ദൂഷണം പറയാനും അളലിയ മറ്റുള്ള അപവാദം പറയുന്ന അപവാദി, എപ്പോഴും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കും. അവന്റെ രാജ്യം നിലനിൽക്കുന്നതിന് അപവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സാത്താൻ അപവാദിയാണ് കേട്ടോ. സാത്താൻ അപവാദം പറയും. ആ സ്വഭാവം മനുഷ്യർക്കുണ്ടെങ്കിൽ ആ സാത്താന്റെ സന്തതി തന്നെയാണ്. മറ്റൊരുത്തരെ കുറിച്ച് കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൻ സാത്താന്റെ സന്തതി തന്നെയാണ്. ഹല്ലേലൂയ. വായിച്ചേ അതിന്റെ 12-ാം അധ്യായം. ഏത് സ്വതം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. നമ്മൾ ഇനി കർട്ടൻ ഇടാൻ പോവുകയാണല്ലോ. അപ്പൊ അവസാന സ്റ്റേജിലേക്ക് വരിക, അല്ലേ? എല്ലാ ദിവസവും കർട്ടൻ ഇടാൻ നേരത്ത് നമ്മൾ എങ്ങോട്ട് വരും? നമ്മൾ സ്വതം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരണം. ആമേൻ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 10 മുതൽ 12-ന്റെ 10. വായിച്ചാ. പറഞ്ഞു കേട്ടത് ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും കണ്ടോ തുടങ്ങിയിരിക്കുന്നു. അടുത്തത് നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ഹല്ലേലൂയ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ച് മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ഇവിടെ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടി കർത്താവ് തന്റെ പ്രാണനെ വെച്ചു കൊടുത്തെങ്കിൽ നാമും ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ പ്രാണനെ വെച്ചു കൊടുക്കുന്നവരായിരിക്കണം. ആമേൻ. നമ്മുടെ പ്രാണനും ക്രിസ്തുവിന് വേണ്ടി വച്ചു കൊടുക്കണം. എത്ര പേർക്ക് പറ്റൂ ഇത്? ഇത് കഠിനവാക്കെന്നും പറഞ്ഞ് വേണേ വിശ്വാസം വിടാനൊക്കെ ഒത്തിരി പേരുണ്ട്, അല്ലേ? മനസ്സിലാക്കണം. ഇത് കർത്താവിന്റെ വചനമാണെങ്കിൽ ഇവിടെ എന്താ പറയുക? നമ്മെക്കുറിച്ച് അവിടെ പറയുന്ന കാര്യം ശ്രദ്ധിക്കണോ? അവിടെ വായിക്കുന്ന എന്താണ്? 12-ന്റെ 10 വായിക്കുന്ന. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യത്വവും അവന്റെ ക്രിസ്തുവിന്റെ, അതായത് പിതാവിന്റെ പുത്രന്റെ ആധിപത്യം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ്. മനസ്സിലാവുന്നത്? നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് അത് ആരംഭിക്കുന്നത്. ആമേൻ. അടുത്ത് വായിച്ചേ. അവിടെ വായിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് എന്നാ പറ്റി? 7, 8, 9 വായിച്ചോ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാ. കണ്ടോ? സാത്താനെ കുറിച്ച് ഇവിടെ പറയുന്നതാണ്. സ്വർഗത്തിൽ എപ്പോഴും ഇവർ ചെന്ന് അപവാദം, ദൈവമക്കളെ കുറിച്ച് എന്നും അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഞാനൊരു കാര്യം പറയാം. ഈ അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നറിയാവോ? അവിടെയെല്ലാം അവകാശം പറഞ്ഞു വഴി അടയ്ക്കുന്ന പരിപാടിയാണ് ആർക്കുള്ളത്? സാത്താനുള്ള. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവന്റെ വഴികളെ മറിച്ചു കളയേണ്ടതിനാണ്. അവന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ആ ദൈവപുത്രൻ പ്രത്യക്ഷനായത്, അല്ലേ? ഹല്ലേലൂയ. സാത്താന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. തുടർന്നൊന്ന് വായിച്ചേ. സ്വർഗ്ഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന സർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവരോടുകൂടെ തള്ളിക്കളഞ്ഞു. സ്തോത്രം. അവിടെ അതിന്റെ ശ്രദ്ധിക്കണം. അപ്പോ അവിടെ സ്തോത്രം യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ സാത്താനെയും അവന്റെ ദൂതന്മാരെയും എന്ത് ചെയ്തു? സ്തോത്രം. അവിടെ വെച്ച് സ്വർഗത്തിൽ വെച്ച് അവനെ തള്ളിക്കളയുകയാണ്. അവിടെ എന്ത് ചെയ്യുന്നത്? അടുത്ത ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെ അവനോടുകൂടെ. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ തള്ളിക്കളഞ്ഞ് ഭൂമിയിലേക്ക് തള്ളിക്കളയുമ്പോൾ ഈ രംഗത്തിലാണെന്ന് ഓർക്കണം, നമ്മെ സ്വർഗത്തിലേക്ക് സ്തോത്രം നമ്മൾ പ്രവേശിക്കുകയും ചെയ്യുന്നത്. നമ്മൾ ഇന്നാളെ വിഷയം ചിന്തിച്ചതാണ്. അപ്പോൾ സാത്താന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയണം. അവൻ എന്താ ചെയ്തത്? അപ്പോൾ ഞാൻ സ്വർഗത്തിലും മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ
ചുമത്തുന്ന ആ. അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കണം, സാത്താന്റെ പരിപാടി എന്താണ്? അവൻ എപ്പോഴും നമ്മെ കുറ്റം ചുമത്തണം. അപ്പോൾ ആ കുറ്റം ചുമത്തുന്നതിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്ന് എന്തത്രയും ഞാൻ അപേക്ഷിക്കുന്നത്. ഇത് എപ്പോഴാ? ഇത് ഭൂമിയിൽ. അപ്പോൾ ഓരോ നാളുകളിലും നമ്മുടെ മേൽ കയറി വന്ന ശത്രുവാകുന്ന പിശാചിന്റെ ഓരോ ബന്ധനങ്ങളെ അഴിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആമേൻ. നമ്മളെ വഴികളെ അടച്ചു. കാര്യം നമ്മൾ ചിലർ പറയുന്ന കാര്യമുണ്ട്, സാത്താൻ ഇല്ലെന്നോ അല്ലെങ്കിൽ സാത്താന്റെ പ്രവൃത്തി ഇല്ലെന്നൊക്കെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ വെളിപ്പാട് ദിവസം പറയുന്ന എന്താണ്? സാത്താൻ രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവമക്കളെ കുറിച്ച് സ്വർഗത്തിൽ ചെന്ന് അപവാദം പറയുന്നുണ്ട്. രാപ്പകൽ അപവാദം പറയുന്നുണ്ട്. രാപ്പകൽ അപവാദം പറഞ്ഞ് അവരുടെ വഴികളെയും കാര്യങ്ങളെയും എപ്പോഴും ആളുകൾ ഒരു തർക്ക വിഷയമാക്കി സ്വർഗത്തിൽ വെക്കുകയാണ്. ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ ഈ പോരാട്ടം. ലോകർക്കുണ്ടോ? രക്ഷിക്കപ്പെടാത്തവന് ഈ പ്രശ്നമില്ല. അവന്റെ മരണശേഷം നിത്യ നരകത്തിലേക്ക് തന്നെയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട സ്വർഗീയ യെരൂശലേമിലേക്ക് പോകാൻ വിളിക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെയും മുമ്പിൽ ഈ സാത്താൻ ഇങ്ങനെ ഇടർച്ച വെക്കുന്നുണ്ടെന്ന് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. ആമേൻ. ആത്മാവിൽ ദർശിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അടുത്തത് നമ്മളവിടെ വായിച്ച ആ വാക്ക് തുടർന്ന് വായിച്ചേ. സ്തോത്രം. അവിടെ വായിക്കുന്ന അവർ അവനെ കുഞ്ഞാടിന്റെ, ശ്രദ്ധിക്കണം, നമ്മൾ ഇതിനെ സാത്താനെ ജയിക്കാൻ ഒറ്റ പ്ലാനേ ഉള്ളൂ. എന്താ? യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. വേറെ ഒരു വഴിയില്ല. കർത്താവേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് കണ്ടില്ല. എടാ, നിന്റെ തലയിൽ ഇനിയും പിശാച് കൂടുവെക്കും. നീ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക. ചിലർക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മടിയാ, ചെയ്യത്തില്ല, അറിയത്തില്ല, വീണ്ടും സ്തോത്രം എന്ന് പറഞ്ഞാൽ മയങ്ങുക ചെയ്യുന്ന. ഞാൻ പറയട്ടെ, ആത്മാവിൽ നീ പ്രാർത്ഥിക്കണമേ, അന്യഭാഷയിൽ നീ പ്രാർത്ഥിക്കണം, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മർമ്മങ്ങൾ വെളിപ്പെടും. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ വിടുതൽ വെളിപ്പെടും. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റും. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം, യേശുവിന്റെ രക്തം ഹേതുവായും കണ്ടോ, സാക്ഷ്യവചനം. വാ തുറക്കാത്തവനൊന്നും രക്ഷപ്പെടത്തില്ല കേട്ടോ. സാക്ഷ്യവചനം. കർത്താവ് ആരാണെന്ന് നാം പ്രഖ്യാപിക്കാൻ മടി കാണിക്കരുത്. എല്ലാവരോടും പറയണം. നമ്മുടെ ചുറ്റുമുള്ള സകലരോട് യേശുക്രിസ്തു ആരാന്ന് പറയണം. രഹസ്യ വിശ്വാസികൾ പോകില്ല, ഭീരുക്കൾ പോകില്ല, അറയ്ക്കപ്പെടുന്നവരൊന്നും ദൈവരാജ്യം കാണത്തേയില്ല. മനസ്സിലാക്കണം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ കർത്താവിന്റെ സത്യവചനങ്ങളെ നമ്മുടെ ചുറ്റും വെളിപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറുള്ളവരായിരിക്കണം. ഒളിച്ചും പാത്തും കർത്താവിന്റെ സത്യവചനങ്ങളെ മറക്കുകയും ചെയ്യുന്നവരാരും ദൈവരാജ്യം കാണത്തില്ല. ആമേൻ. അവിടെ വായിക്കുന്നത് ശ്രദ്ധിച്ചോ? അവിടെ വായിക്കുന്നത് രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായും ജയിച്ചു. അടുത്ത വാക്യം കണ്ടോ, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ. അതായത് ഇവിടെയുള്ള എന്തെങ്കിലും നല്ലൊരു ഭാവി വേണ്ടേ, അതിനെക്കുറിച്ച് ചിന്തയില്ല. അല്ലെങ്കിൽ നല്ലൊരു സെറ്റപ്പ് ജീവിതത്തിൽ വേണ്ടേ, ഇതിനെക്കുറിച്ച് ചിന്തയില്ല. തന്റെ പ്രാണനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നിനും ഒരു പ്രസക്തിയും കൊടുക്കാതെ ജീവിക്കാൻ തയ്യാറാകുന്നവൻ മാത്രമാ ഈ ലോകത്തെ ജയിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഒത്തിരി പ്രാർത്ഥന, കർത്താവേ, ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സാത്താൻ മറിച്ചിട്ടിരിക്കുകയാണ്. തന്റെ പ്രാണനെ സ്നേഹിക്കുന്നവരാരും ദൈവരാജ്യം കാണത്തില്ല. ഇവിടെ എല്ലാ പ്രസംഗങ്ങളും, എല്ലാ ഉപവാസങ്ങളും, എല്ലാ മീറ്റിങ്ങുകളും ലക്ഷ്യം വെക്കുന്നത് ലോകത്തിലെ ഉന്നതിയും വിടുതലും. മനസ്സിലാക്കണമേ, ഈ പ്രാണനെ സ്നേഹിക്കുന്ന ഒരുവൻ പോലും, അവൻ ആരായിരുന്നാലും എങ്ങനെയുള്ളവനായിരുന്നാലും ദൈവരാജ്യത്തിൽ പോകത്തില്ല. അമേൻ. വായിച്ചാട്ടെ. ആകയാൽ ആനന്ദിക്കുവിൻ. അയ്യോ കഷ്ടം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ജീവി തള്ളപ്പെട്ടാൽ, ഇവൻ ജീവിയാണല്ലോ, ആത്മജീവിയായിരുന്നു സാത്താൻ. ഇവൻ തള്ളപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവന് സ്വർഗത്തിൽ തിരിച്ചു കയറാൻ പറ്റില്ല. അതായത് സ്വർഗത്തിലേക്കുള്ള വഴി ക്രിസ്തു മാത്രമാണ്.
സ്വർഗത്തിലേക്കുള്ള വഴി ക്രിസ്തു മാത്രമാണ്. പുത്രൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലുന്നില്ല. അപ്പൊ സ്വർഗത്തിലേക്ക് ചെല്ലാനുള്ള വഴി ക്രിസ്തു വെളിപ്പെടുത്തിയേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് നാം കാഹളം ധ്വനിക്കുമ്പോൾ, അല്ലെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ മുമ്പ് ഉയർക്കും. ജീവനോടെ ശേഷം നാം രൂപാന്തരം പ്രാപിച്ച കർത്താവിനെതിരെ നാം മേഘങ്ങളിൽ എടുക്കപ്പെടുമ്പോൾ നമ്മെ മേഘം എടുത്ത് ക്രിസ്തു ഇരിക്കുന്നിടത്ത് നമ്മളെ എത്തിക്കുവാനാണ് പോകുന്നത്. മനസ്സിലാക്കണം. കാരണം ക്രിസ്തു തന്നെയാണ് വഴിയും സത്യവും ജീവനും. ഇത് വെറുതെ സൺഡേ സ്കൂൾ കൊണ്ട് മാത്രം പറഞ്ഞു ഒതുങ്ങുന്ന വാക്യമല്ല കേട്ടോ. ഇതിന്റെ മർമ്മവും വെളിപ്പാട് ഗ്രഹിക്കാത്ത ഒരുവൻ പോലും അക്കരെ നാട് കാണത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അവിടെ വായിക്ക് ശ്രദ്ധിക്കണം. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിക്കുവിൻ, ഭൂമിക്ക് സമുദ്രത്തിലും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലം ഉള്ളൂ എന്ന് അറിഞ്ഞ മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ തോറ്റുപോയവനാണ്. ജയിച്ചവൻ സ്വർഗത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ തള്ളപ്പെട്ടവൻ തോറ്റുപോയവൻ താഴോട്ട് വരികയാണ്. അവന്റെ ആയുധങ്ങൾ തകർന്നുപോയി, അവന്റെ സൈന്യബാഹുല്യം തകർന്നുപോയി, ദൈവത്തോട് മത്സരിച്ചു തകർന്നുപോയി. ആളുകളെ ഇന്ന് ഈ ആയുസ്സില് മനസ്സിലാക്കണമേ, സ്വന്തം പ്രാണനെ സ്നേഹിക്കാതെ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവർ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ മനസ്സിലാക്കണം, സാത്താൻ ഈ നാളുവരെയും നമ്മെ കുറിച്ചുള്ള കുറ്റമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപവാദ സ്വർഗത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വരെ കുറ്റം പറഞ്ഞ് വഴിയടച്ച് ഭാരമിട്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ സാത്താനെ അല്ലെങ്കിൽ അവന്റെ കൺകൊണ്ട് നോക്കുമ്പോൾ ഇതുവരെ അപവാദം കേട്ട് പറഞ്ഞ് ആരുടെയൊക്കെ നിൽക്ക് പറഞ്ഞ് അവരിതാ സ്വർഗത്തിലേക്ക് കയറി വരികയാ. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ ദൂതന്മാരിങ്ങ് ഇറങ്ങുന്നത്? അത് കണ്ട് അതിശയപ്പെടുകയല്ലേ? ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ നമുക്ക് ഒരു വാക്കോട് വായിച്ചു നിർത്താം. ആ തെസലോനിക്ക ലേഖനം, ഹല്ലേലൂയ, തെസലോനിക്ക ലേഖനം അതിന്റെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം സ്തോത്രം. അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 തെസലോനിക്കർ 1:6. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ, ഇവിടെ ശ്രദ്ധിക്കണേ, കർത്താവായ യേശു തന്റെ സ്തോത്രം, അതാ കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി. അപ്പോൾ അത് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അവന്റെ, അതായത് അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം 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 അതിന്റെ 7-ാം വാക്യം, and to give relief to you who are afflicted and to us as we when the Lord Jesus will be revealed from the heaven with his mighty angels in flaming fire. ശ്രദ്ധിക്കണം, his mighty angel. അപ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തുവിന് പേഴ്സണൽ ആർമി ഉണ്ട്. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന് ദൈവത്തിന് തന്റെ ദൂതന്മാരുണ്ട്. ക്രിസ്തുവിന് തന്റെ ദൂതന്മാരുണ്ട്. ഒന്ന്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവിന് തന്റെ ദൂതന്മാരുണ്ട്. ആ ദൂതന്മാരിൽ ഒരു ദൂതനാണ് കർത്താവായ യേശു ക്രിസ്തു. തൊട്ടടുത്ത നാളുകളിൽ പിടിക്കപ്പെടുവാൻ പോകുന്നു എന്ന് സ്വന്തം ഹല്ലേലൂയ തോട്ടത്തിൽ വെച്ച് അറിഞ്ഞപ്പോൾ അവനെ ബലപ്പെടുത്താൻ ഒരു ദൂതൻ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ദൂതന്മാർ, അവന്റെ പേഴ്സണൽ, ക്രിസ്തുവിന്റെ പേഴ്സണൽ ആർമി ക്രിസ്തുവിനോട് കൂടെ ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥനും പ്രധാന ദൂതൻ ശബ്ദത്തിൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന മീഖായേലും അവന്റെ ദൂതന്മാരും പടവെട്ടുകയാണ്. ആരോട്? മഹാസർപ്പത്തോട്. അപ്പൊ മീഖായേലിന്റെ കൂടെയുള്ള ആ പേഴ്സണൽ ആർമിയാണ് ക്രിസ്തുവിന്റെ ആർമി എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്? അത് സെലക്റ്റഡ് ആണ്. ക്രിസ്തുവിന്റെ സൈന്യം എന്ന് പറയുന്നത് സെലക്റ്റഡ് ആണ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഇതിനൊന്നും നമുക്ക് അവസരത്തെ ഒരിക്കലും ഒരു യോഗ്യതയുള്ളവരല്ലായിരുന്നു. ആമേൻ. മക്കളെന്ന അവകാശത്തിനോ ഈ മഹത്വത്തിലേക്ക് ഇരിക്കാനോ ഒന്നും യോഗ്യതയുള്ളവരല്ല. ഇത് കൃപയാൽ നമുക്ക് ലഭിച്ചതാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് മങ്ങിയ ഒരു കാഴ്ചയിലാണ് ഇത് കാണുന്നെങ്കിൽ നമ്മൾ ഇത് അഭിമുഖമായിട്ട് കാണുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അത് വിശ്വാസത്താൽ അറിയുന്നു. അന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മൾ കണ്ട് ഇത് നമ്മൾ വിശ്വസിക്കാൻ പോവുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, അവൻ കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. 7-ാം വാക്യം,
ദൈവത്തെ അറിയാത്തവർക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കുമ്പോൾ എങ്ങനെയാ പ്രതികാരം കൊടുക്കുന്നത്? അവിടെ അപവാദം പറഞ്ഞുകൊണ്ടിരുന്ന സാത്താനെ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുടെ ഇടയിലേക്ക് അങ്ങ് തള്ളിയിടുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുടെ ഇടയിലേക്ക് സാത്താനെ തള്ളിയിടുന്നു. ഭൂമിയിൽ കിടക്കുന്ന മനുഷ്യർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരാണ്. അവരിലേക്ക് ഈ സാത്താൻ അവന്റെ ശക്തി പ്രവഹിച്ച് വരുമ്പോൾ ആ ശക്തിയിൽ സകല മനുഷ്യരും പ്രബലപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നത്. ജാതികളുടെ കോപം വന്നു, പിന്നെ ദൈവ കോപം വരികയാണ്. ജാതികൾ കോപിച്ചു, അപ്പോഴാണ് ദൈവ കോപം വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ജാതികളുടെ കോപം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ സാത്താൻ പൂർണ്ണമായും ഭൂമിയിൽ വന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത സകല മനുഷ്യരിലും വ്യാപരിച്ചു തുടങ്ങിയാൽ മാത്രമാണ് ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കണം, ഹല്ലേലൂയ ജാതികളുടെ കോപം പൂർണ്ണമാകത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത വാക്യം എന്താണ് വായിക്കുന്നത്? നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. മനസ്സിലാക്കണം. അപ്പോൾ നമ്മെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി കർത്താവിന്റെ സന്നിധി നമ്മൾ മഹത്വം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ തള്ളപ്പെട്ടവർക്ക് ഭൂമിയിൽ പിതാവായ ദൈവത്തിന്റെ ന്യായവിധി ഇവിടെ വെളിപ്പെടുത്തണം. അത് നമ്മളോട് പിതാവായ ദൈവം ചെയ്യുന്ന നീതിയാണെന്ന് ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധി ഒരുക്കമുള്ളവരായിരിക്കുക, നമ്മൾ ബലപ്പെടുക. കർത്താവായ യേശു ക്രിസ്തു അവൻ തത്വത്തിന്റെ മുദ്രയും അല്ലെങ്കിൽ സകലത്തിനും ആദിജാതനുമാകയാൽ അവൻ നമ്മെ വീണ്ടെടുക്കേണ്ടതിന്റെ പാപത്തിന് പരിഹാരം വരുത്തി പിതാവിന്റെ വലതുഭാഗത്ത് ഇന്ന് പകൽ നേരം ഇരിപ്പുണ്ട്. അല്ല അപവാദം പറയുന്നവനെ തള്ളിക്കളഞ്ഞ നാം ദൈവരാജ്യത്തിൽ ചേർക്കുന്ന നാൾ വരെയും നമ്മൾ ഇവിടെ പ്രവാസികളായിട്ടിരിക്കുന്നു. എന്നാൽ കാഹളം ധ്വനിച്ചു കഴിയുമ്പോൾ നമ്മൾ രൂപാന്തരം പ്രാപിച്ച് മേഘത്തിൽ എടുക്കപ്പെടുകയും അല്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ നാളും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം ക്രിസ്തു ഹല്ലേലൂയ തുടച്ചു കളയുകയും ചെയ്യുമെന്നുള്ള ആ സൗഭാഗ്യവാചനങ്ങളെ ഇന്ന് പകൽ നേരം പ്രിയപ്പെട്ടവർ അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി അടിയൻ താണിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽ നേരം വെളിപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മൾ ആയിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും ദൈവത്തിന്റെ മഹത്വം നമ്മൾ ദർശിക്കുവാൻ തക്കവണ്ണം ഇന്ന്